ഈ സെഷൻ്റെ പേര് ഒരു പത്തനംതിട്ടക്കാരനും കോട്ടയംകാരനും തമ്മിൽ എന്ത് എന്നുള്ളതാണ്. പത്തനംതിട്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു, പിന്നീട് മുറിച്ചു മാറിയ ഒരു ജില്ലയാണ്. പത്തനംതിട്ടയുടെ ആവശ്യം എന്തെന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ശബരിമല ശാസ്താവില്ലായിരുന്നെങ്കിൽ പത്തനംതിട്ടയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു ജില്ലാഭിമാനം, ജാത്യാഭിമാനം, ഇങ്ങനെയുള്ള കുടുംബാഭിമാനം ഒക്കെ ഉണ്ട്. നമ്മളിത് മായ്ച്ച് തേച്ച് കളയുന്നതാണ് ശരി, രാഷ്ട്രീയ ശരി എങ്കിൽ പോലും നമ്മളിൽ അവസാനം ഇത്തരത്തിലുള്ള ചില അഭിമാനബോധങ്ങൾ തങ്ങിക്കിടക്കാറുണ്ട്. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. അത് കണ്ട വലിയ പ്രശ്നമൊന്നും വരത്തില്ല. അത് കഴിഞ്ഞപ്പോൾ വള്ളത്തോൾ എഴുതി, കേരളം എന്ന പേർ കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അപ്പോൾ കേസരി ബാലകൃഷ്ണപിള്ള ചോദിക്കുന്നുണ്ട്, അപ്പോൾ തൃശ്ശൂർ എന്ന് കേട്ടാൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്കങ്ങ് തിളച്ച് മറിയാനായിട്ടൊക്കെ തോന്നും. ദേശീയത എന്നൊക്കെ പറയുന്ന ഒരു വലിയ പ്രശ്നം ടാഗോർ തന്നെ, ദേശീയ ഗാനം എഴുതിയിട്ടുള്ള ടാഗോർ തന്നെ നാഷണലിസം എന്ന് പറയുന്ന ആ ഗംഭീര പുസ്തകമൊക്കെ എഴുതുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവസാനം ഈ ജില്ലാഭിമാനം അല്ലെങ്കിൽ പ്രദേശാഭിമാനം എന്നൊക്കെ പറയുന്ന ഒരു സംഗതി കിടക്കുന്നുണ്ട്. അതിനെയൊക്കെ റദ്ദാക്കണം എന്നുള്ളതാണ് എഴുത്തിലൂടെ, അതൊക്കെ റദ്ദാക്കപ്പെടുക എന്നുള്ളതാണ് വലിയ കർത്തവ്യങ്ങളെങ്കിൽ പോലും നമ്മൾ ദേശത്തെ എഴുതുന്നത് തന്നെയാണ് എഴുത്ത് എന്ന് പറയുന്ന ഒരു സങ്കല്പം അവിടെ കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കുളനടക്കാരനാണ് ഞാനൊരു കാഞ്ഞിരപ്പള്ളിക്കാരനും, കൃത്യമായിട്ട് പറഞ്ഞാൽ പൊൻകുന്നംകാരൻ. ഞങ്ങൾ അയൽ ജില്ലകളിൽ പെടുന്ന ഏതാണ്ടൊരേ ടെറൈനിൽ പെടുന്ന രണ്ട് ആൾക്കാരാണ്. രണ്ടാൾക്കാർ എന്നുള്ളത് മാത്രമല്ല, ഈ ശബരിമല ശാസ്താവിൻ്റെ പേരിലുള്ള ആ ഒരു ക്രെഡിറ്റ് കഴിഞ്ഞാൽ ബെന്യാമിൻ്റെ സ്ഥലം കൂടിയാണിപ്പോൾ പത്തനംതിട്ട. അത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പം JCB പ്രൈസ് എന്ന് പറയുന്ന അഖിലേന്ത്യാ പ്രശസ്തമായിട്ടുള്ള ഒരു പുരസ്കാരം ഞങ്ങൾ കോട്ടയംകാർ ഹരീഷിനെ കൊണ്ടത് പിടിച്ചു നിൽക്കും. തൊട്ടപ്പുറ സെഷൻ നടക്കുന്നുണ്ട്, അങ്ങനെ ഒരു പാരയായിട്ട് വരുമെന്നുള്ളത് ഞാൻ ഓർത്തിരുന്നേ ഇല്ല. ഞങ്ങൾ പിടിച്ചു നിൽക്കുമെങ്കിൽ പോലും കേരളത്തിൽ ആകെപ്പാടെ 2 JCBക്കാരേ ഉള്ളൂ. ഇതിൻ്റെ ഒരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും 2 പുസ്തക പ്രകാശന ചടങ്ങുകളിൽ, ഞാൻ കൂടി പങ്കാളിയായിട്ടുള്ള ചടങ്ങുകളിൽ ഇവർ വിളിച്ചിരുന്നു. എൻ്റെ ഒരു രാശി അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു അംശം, ഒരു ദശാംശമെങ്കിലും എനിക്ക് ലഭിക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു സംഗതി അതിനകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ പോലും പത്തനംതിട്ടക്കാരൻ എന്നുള്ള നിലയിൽ, കുളനടക്കാരൻ എന്നുള്ള നിലയിൽ സാഹിത്യമായിട്ട് പൊതുവേ വലിയ ബന്ധമൊന്നുമില്ലാത്തൊരു നാടാണ് പത്തനംതിട്ട. ഒരു പുത്തങ്കാവ് മാത്തം തരകനോ അല്ലെങ്കിൽ തരകൻ സാറോ അങ്ങനെയൊക്കെയുള്ള തുമ്പമൺ തോമസോ ഒക്കെയുള്ള ഇങ്ങനെ കുറച്ച് ആൾക്കാരിലൂടെയൊക്കെ ഇങ്ങനെ സാഹിത്യ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു പത്തനംതിട്ടക്കാരൻ എന്നുള്ള നില തന്നെയാണ്. ഓഫ് കോഴ്സ് ഞാൻ ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ പിന്തുടരുമ്പോൾ, ഇപ്പോൾ മുകുന്ദേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. മുകുന്ദേട്ടനെ മയ്യഴിയിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്തിയിട്ട് നമുക്ക് അടർത്തിയെടുക്കാനായിട്ട്, വായിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ കണ്ടിട്ടുള്ള, വായിച്ചിട്ടുള്ള ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരനിൽ ഒരു പത്തനംതിട്ട കിടപ്പുണ്ട്. ഈ പത്തനംതിട്ട എന്ന് പറയുന്ന സാഹിത്യബന്ധമൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ പൊതുവെ അങ്ങനെ സാഹിത്യ പാരമ്പര്യങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെ തൻ്റെ ബാല്യകാലം, അല്ലെങ്കിൽ കുറച്ച് വായനശാല പരിപാടികളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കുറേ ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്ന കേൾവിക്കാരിൽ ബഹുഭൂരിപക്ഷത്തിനും ഇത് വയനാടാണ് സ്ഥലം, മറ്റൊരു സ്ഥലമാണ്. ഈ വയനാട്ടിൽ വന്നിരിക്കുന്നത് പോലും പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരായിരിക്കാം. ഒരു പത്തനംതിട്ടക്കാരൻ എന്നുള്ള ഒരു സ്വത്വം എങ്ങനെ വായനയിലേക്ക്, എഴുത്തിന് മുമ്പേ ഒരു വായനയുടെ പശ്ചാത്തലം ഉണ്ടാവുമല്ലോ, എങ്ങനെയാണ് ആ ബാല്യകാലം അല്ലെങ്കിൽ എഴുത്തുമായിട്ട് വായനയുമായിട്ട് അങ്ങനൊരു സർഗാത്മക വ്യാപാരവുമായിട്ടൊക്കെ
ബന്ധപ്പെട്ടതെന്ന് ഒന്ന് തുടങ്ങി വെച്ചാൽ ബാക്കി ഞാൻ കൈകാര്യം ചെയ്തോളാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് വരുന്നത്. ഇവിടേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സാരഥികൾക്ക് ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. വിപിൻ ചന്ദ്രൻ പറഞ്ഞതിൽ പകുതി കള്ളമാണ്. അങ്ങേര് കോട്ടയംകാരനായതുകൊണ്ട് ചുമ്മാ ബെഡായി അടിച്ചതാണ്. അറിയാമല്ലോ, അച്ചായന്മാരുടെ ബെഡായി ഇത്തിരി കൂടുതലാണ്. പത്തനംതിട്ട കോട്ടയത്തിൽ നിന്ന് കടം കൊണ്ടതല്ല. പത്തനംതിട്ട യഥാർത്ഥത്തിൽ ഭൂരിഭാഗം കൊല്ലം ജില്ലയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ശബരിമല കൊല്ലം ജില്ലയിലായിരുന്നു. ഇവർ കോട്ടയംകാർ ചുമ്മാ പറയുന്നതാണ് ഇവരുടെ ആയിരുന്നുവെന്ന്. കുറച്ച് ഭാഗം കോട്ടയത്തു നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട്. അത് വേണേൽ തിരിച്ചു കൊടുക്കാമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത്ര യഥാർത്ഥത്തിൽ ബാക്കി കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ജനിച്ച ആളും പത്തനംതിട്ട ജില്ലയിൽ വളരുന്ന ആളുമാണ്. 1984 വരെ ഞാൻ ആലപ്പുഴ ജില്ലക്കാരനായിരുന്നു. പത്തനംതിട്ട രൂപീകരിക്കപ്പെട്ടപ്പോഴാണ് ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനായത്. പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും പടിഞ്ഞാറേ അതിർത്തിയിലാണ് എൻ്റെ ഗ്രാമം, അല്ലെങ്കിൽ എൻ്റെ വാർഡ്. എൻ്റെ വാർഡ് തീർന്നാൽ പിന്നെ അവിടെ വെച്ച് പത്തനംതിട്ട ജില്ല തീരുകയും ആലപ്പുഴ ജില്ല തുടങ്ങുകയുമാണ്. മന്ത്രി സജി ചെറിയാൻ്റെ മണ്ഡലം ചെങ്ങന്നൂരാണ് തൊട്ടടുത്ത മണ്ഡലമായിട്ട് വരുന്നത്. ഞങ്ങൾ ആറന്മുള മണ്ഡലത്തിലാണ്. വീണ ജോർജിൻ്റെ 2 മന്ത്രിമാർ അടുത്തടുത്ത് ഉള്ള മണ്ഡലം കൂടിയാണ് എന്ന ഒരു അഹങ്കാരമൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ ജനിക്കുകയും പിന്നെ പത്തനംതിട്ടയിൽ ജീവിക്കുകയും കുറച്ചു കാലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു 87 ആയപ്പോഴത്തേക്ക് ഞാൻ പതിയെ നാട് വിട്ടു തുടങ്ങി എന്നുള്ളതാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലാണ് പ്രീ ഡിഗ്രിക്ക് പഠിച്ചതിന് ശേഷം കോയമ്പത്തൂരാണ് പഠിക്കാൻ വേണ്ടി പോയത്. ആ പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഗൾഫിലേക്ക് പോയി. അതുകൊണ്ട് പത്തനംതിട്ടയോടുള്ള ആത്മബന്ധം അങ്ങനെ ആഴത്തിൽ വീണ് കിടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. വിപിൻ പറഞ്ഞതിലൊരു കാര്യം കൂടിയുണ്ട്. ഒരു JCB കാരൻ കൂടി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. മൂത്തേട്ടനും JCB കെട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ കേരളത്തിൽ 6 JCB പ്രഖ്യാപിച്ചപ്പം 3 എണ്ണം കേരളീയർ അടിച്ചുകൊണ്ട് വന്നു എന്നുള്ളതാണ് മലയാള സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ചിലതൊക്കെ കോട്ടയംകാരങ്ങ് വീഴുന്നു. അപ്പോൾ എത്രത്തോളം എൻ്റെ ഉള്ളിൽ പത്തനംതിട്ടയുണ്ട് എന്ന് ചോദിച്ചാൽ പത്തനംതിട്ട എന്ന് പറയാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ആ മധ്യ തിരുവിതാംകൂറിൻ്റേതായ ചില അംശങ്ങളുണ്ട്. എൻ്റെ ഗ്രാമം പറഞ്ഞതുപോലെ കുളനടയാണ്. കുളനടയ്ക്ക് വളരെ അടുത്താണ്, 2 കിലോമീറ്റർ അടുത്താണ് പന്തളം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ പന്തളം കൊട്ടാരവും. അവിടെ നിന്നാണ് അറിയാവുന്ന പോലെ ശബരിമലയ്ക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നത്. അവിടെ നിന്നുള്ള ആ ഘോഷയാത്ര അങ്കി കൊണ്ട് അണിയിക്കുമ്പോഴാണ് അവിടെ മകരവിളക്ക് തെളിയുന്നത്. അപ്പോൾ പന്തളം കണ്ടോ പതിയാ മറ്റേ ജാത്യാഭിമാനം എന്ന് പറയുന്ന പോലെ ജില്ലാഭിമാനം കളറളി വരുന്നത് കണ്ടോ. പന്തളം കേരളവർമ്മ എന്ന് പറയുന്ന വലിയൊരു കവി നമുക്കുണ്ടായിരുന്നു. അദ്ദേഹം സ്വന്തം മാസിക പോലും കവിതയിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്ന ഒരു കവിയായിരുന്നു എന്ന് നിങ്ങളറിയണം. ഈ ദൈവമേ കൈതൊഴാം കാക്കമാറാകണം അദ്ദേഹമാണ് എഴുതുന്നത്. പിന്നെ പന്തളം KP എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു കവി ഉണ്ടായിരുന്നു. കടമനിട്ട രാമകൃഷ്ണൻ പത്തനംതിട്ട ജില്ലക്കാരനായിരുന്നു. സുഗതകുമാരി തിരുവനന്തപുരത്ത് താമസിച്ചുവെങ്കിലും സുഗതകുമാരി പത്തനംതിട്ട ജില്ലയിൽ നിന്ന മോഹൻലാൽ പത്തനംതിട്ടക്കാരനായിരുന്നു. PK ഗോപി പത്തനംതിട്ട ജില്ലക്കാരനാണ്. അങ്ങനെ നോക്കിയാൽ ധാരാളം ആളുകൾ ഇതിനു മുമ്പും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. കോട്ടയംകാരും തൃശ്ശൂരുകാരും കോഴിക്കോടുകാരും പ്രചരിപ്പിക്കുന്ന കള്ളങ്ങളിലൊന്നാണ് പത്തനംതിട്ടയിൽ തീരെ സാഹിത്യമില്ല എന്നും. അവിടെ പുസ്തകം അടിക്കണമെങ്കിൽ കോട്ടയത്തുള്ള DC ബുക്സിൻ്റെ പ്രസ്സിൽ മാത്രമേ ഇവരൊക്കെ പുസ്തകം അടിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു തമാശ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ബിപിൻ ചന്ദ്രൻ പറഞ്ഞതുപോലെ എൻ്റെ ചെറുപ്പകാലത്ത് സാഹിത്യത്തോട് തീരെ ബന്ധമുണ്ടായിരുന്ന ഒരാളല്ല ഞാൻ എന്നുള്ളതാണ്. എൻ്റെ നാട്ടിൽ വളരെ പ്രശസ്തരായ 2 പേരുണ്ടായിരുന്നു. ഒന്ന് ഇപ്പോഴത്തെ പ്രശസ്തനായ സാഹിത്യ നിരൂപകൻ KS രവികുമാർ എൻ്റെ നാട്ടിൽ, എൻ്റെ ഗ്രാമത്തിലുള്ള ആളാണ്. പിന്നെ സാഹിത്യ നിരൂപണവും
അഭിമുഖങ്ങളും ഒക്കെ നടത്തുന്ന പ്രദീപ് പനങ്ങാട്, നിങ്ങൾ ഏറെക്കാലം അദ്ദേഹം ടെലിവിഷനിലൊക്കെ പ്രവർത്തിച്ചിരുന്നു. ഇവർ രണ്ടുപേരും ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇവരെ രണ്ടുപേരെയും ഞാൻ എപ്പോഴും കാണും. അപ്പം കെ ശ്രീകുമാർ സാറിനെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് MD വാസുദേവൻ നായർ നേരിട്ട് ഫോൺ വിളിക്കാൻ ധൈര്യമുണ്ടായിരുന്ന ഏകയാൾ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ അഭിമാനിക്കുമായിരുന്നു. MDക്ക് ഫോൺ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ. അപ്പോൾ അന്ന് ചില ഇഷ്ടങ്ങൾ സാഹിത്യത്തോട് വളരെ വിദൂരമായി. രവികുമാർ സാറും ഒക്കെ ആയിട്ട് ചെറുപ്പത്തിൽ ബന്ധമുണ്ടായിരുന്നു? ഇല്ല, എനിക്ക് അത്ര അടുത്ത ബന്ധമില്ല. ഇവരെയൊക്കെ ഇങ്ങനെ കാണും. ഇവരൊക്കെ എന്താണ് വായനശാല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ വളരെ ദൂരെ നിന്ന് ഇവരെ കാണുമെന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിട്ടില്ല. പിന്നെ സാഹിത്യകാരനായി എന്ന് ഏതാണ്ടൊരു തോന്നലുണ്ടായതിന് ശേഷമാണ് രവികുമാർ സാറിനെ പിന്നെ പോയി പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ എൻ്റെ വായന, സാഹിത്യത്തോടുള്ള ഇഷ്ടമൊക്കെ അവിടുത്തെ വായനശാലകൾ, അങ്ങനത്തെ ഗ്രാമീണ വായനകൾ ആ കാലത്തിൻ്റെ ഒരു മാർക്കായിരുന്നല്ലോ അത്. തീർച്ചയായിട്ടും. ഈ പനങ്ങാട് ഇവരൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പനങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തെ ജനതാ ഗ്രന്ഥശാല, കടമ്മനിട്ടയൊക്കെ സ്ഥിരമായിട്ട് വരുന്ന, കടമ്മനിട്ടയുടെ ജീവിതത്തിൻ്റെ വളരെയധികം ഭാഗങ്ങൾ ആ വായനശാലയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായെങ്കിൽ പോലും നമ്മൾ തനി അച്ചായനായിരുന്നു. നമ്മൾ കണക്ക് പഠിക്കുക, മറ്റ് കാര്യങ്ങൾ നോക്കുക. അപ്പോൾ എൻ്റെ ഒരു അമ്മായി ഉണ്ട്. അമ്മായി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ ഇപ്പോഴും പറയും, മോനെ നീ മാത്രമേ ഉള്ളൂടെ നശിച്ചു പോയത്, ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു എന്ന്. സാഹിത്യം ഒക്കെ പഠിക്കുക കൊണ്ട് ഒരു ഭയങ്കര വഴിവിട്ട പ്രവൃത്തി, യാതൊരു ലാഭവും ഇല്ലാത്ത പരിപാടിയാണ്. കോട്ടയംകാരെ സംബന്ധിച്ചിടത്തോളം, പത്തനംതിട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ലിറ്റററി ഏരിയയിലേക്ക് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ യാതൊരു ലാഭവും ഇല്ലാത്ത. JCB ഒക്കെ കിട്ടിയപ്പോഴാണ് ഇവർക്കൊരു ഏകദേശം 25 ലക്ഷം രൂപ എന്ന് പറയുന്നതിനകത്ത് ഒരു മൂല്യമുണ്ടല്ലോ. അപ്പോൾ അപ്പോഴാണ് ഏകദേശം ഒരു അംഗീകാരമൊക്കെ കിട്ടി തുടങ്ങിയത് എന്നുള്ളത്. എൻ്റെ വീട്ടിൽ എൻ്റെ ഈ ആൻറ്റിമാരും അങ്കിൾമാരും എല്ലാം കണക്ക് വിദഗ്ധന്മാരാണ്. മാത്സ് പ്രൊഫസർമാരാണ്, എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. അങ്ങനെ ഉള്ള കണക്ക് മലയാള സാഹിത്യമായിട്ടൊന്നും യാതൊരു ബന്ധവുമുള്ള ഒരാളുമില്ല. ഞാനും ഇഷ്ടപ്പെട്ട എൻ്റെ ഏറ്റവും ഇഷ്ടവിഷയം കണക്കായിരുന്നു. 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് കണക്കിനായിരുന്നു. ഞാൻ പഠിച്ചത്. ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര രസമുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ മുകുന്ദേട്ടൻ ഭയങ്കര ഫുട്ബോൾ കളിക്കാരനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ചിരി, ചിലപ്പോൾ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ മുകുന്ദൻ ഫുട്ബോൾ കളിക്കുന്ന ഒരു വിഷ്വൽ നമ്മുടെ മനസ്സിലടിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു ചിരി നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതേപോലെ ബെന്യാമിൻ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ക്രിക്കറ്റ് പടം എഴുതിയ ആളാണ്. 1983 എന്ന് പറഞ്ഞ ഒരു ക്രിക്കറ്റ് പടം എഴുതിയ ആളാണ്. എനിക്കത് ആ വിഷ്വൽ ഓർത്തിട്ട് ആദ്യം വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ്. സത്യമായിട്ടും നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു? ഏറെക്കാലം ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ് ഞാൻ. ഗൾഫിൽ പോലും ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. എന്തായിരുന്നു നിങ്ങൾ? ബാറ്റ്സ്മാൻ ആയിരുന്നു, ബോളർ ആയിരുന്നു? ഞാൻ വൺ ഡൗൺ ബാറ്റ്സ്മാൻ ആയിരുന്നു. വെറുതെ പറയുകയല്ലേ? വെറുതെ പറയല്ല. ഇപ്പോഴും കളിക്കാൻ ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ ആസ്വദിക്കുന്ന കളികളിലൊന്ന് ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് കളി TV-യിലുണ്ടെങ്കിൽ പരമാവധി അതിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭയങ്കര ക്രിക്കറ്റ് ഭ്രാന്തനാണ് ഞാൻ. അല്ല, നമ്മൾ മാത്രമല്ല എല്ലാ ആൾക്കാർക്കും ഇങ്ങനെയുള്ള ശീലങ്ങളുണ്ട്. 1983 ഇന്ത്യ വേൾഡ് കപ്പ് കിട്ടുമ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്ന് കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാരും ക്രിക്കറ്റ് കളിക്കാരാവാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അന്ന് TV ഇല്ലാത്ത കാലമാണ്. ഈ 1983 പടത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റിൽ കാണിക്കുക എന്ന് പറയുന്നത് അന്ന് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. കപിൽ ദേവിൻ്റെയും ഗവാസ്കറിൻ്റെയും മോഹിന്ദ്ര അമർനാഥിൻ്റെയും റോജർ ബിന്നിയുടെയും കിർമാണിയുടെയും ഒക്കെ ടീം എന്ന് പറയുന്നത് നമുക്ക് അന്നത്തെ വലിയ പ്രാന്താണ്. അന്ന് എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ട് കമൻട്രി കേട്ടിട്ടാണ് ഞാൻ ഈ കളിയുടെ ലൈവ്, മറ്റേ ക്ലൈവ് ലോഡിൻ്റെ ക്യാച്ചും റിച്ചാർഡ്സൻ്റെ ക്യാച്ചും കപിൽ ദേവ് ഊട്ടിച്ചെന്ന് എടുക്കുന്ന സംഭവമൊക്കെ ഇത് ഭയങ്കര ചിത്രകഥാ സമാനമായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു ബാല്യകാലമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാധാരണ പത്തനംതിട്ടക്കാരൻ ഈ കമൻട്രി കേൾക്കുന്നതിൽ വലിയൊരു വലിയ ഗുണമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാവനാ ലോകത്തെ ഭയങ്കരമായിട്ട് വികസിപ്പിക്കുന്ന ഒന്നാണ് കമൻട്രി കേൾക്കുക എന്ന് പറയുന്നത്. കാരണം ഒരു വലിയ ഗ്രൗണ്ട് മുഴുവൻ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുകയാണ്. ഇന്നിടത്ത് ഇന്ന ഫീൽഡർ നിൽക്കുന്നു, കമൻറ്റേറ്റർ പറയുമ്പോഴാണ് സ്ലിപ്പിൽ ഇന്നാര് നിൽക്കുന്നു, അല്ലെങ്കിൽ ഗല്ലിയിൽ ഇന്നാര് നിൽക്കുന്നു, മിഡോണിൽ ഇന്നാര് നിൽക്കുന്നു, മിഡ് ഓഫിൽ ഇന്നാര് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ
ഇന്ന് ടി വിയിൽ കാണുന്നതിന് പകരം നമ്മുടെ മനസ്സിൽ തന്നെ ഈ സങ്കല്പം തുടങ്ങും. യഥാർത്ഥത്തിൽ എഴുത്തിൻ്റെ ബീജമൊക്കെ അവിടെ നിന്നായിരിക്കും വന്നത്, അല്ലെങ്കിൽ എഴുത്തിനുള്ള ഒരു ഉണർവൊക്കെ അവിടെ നിന്നായിരിക്കും വന്നതെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. റേഡിയോ കമൻട്രി സ്ഥിരമായിട്ട് കേൾക്കുമായിരുന്നു. അന്ന് അതേ ഉള്ളായിരുന്നു വഴി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ക്രിക്കറ്റ് കണ്ടു തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ 1985 ബെൻസൺ ആൻഡ് ഹെഡ്ജസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിൽ എടുത്ത് അന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു എന്താണ് ഒന്നാം നമ്പർ കളി ടീമാണെന്ന് സ്വയം മനസ്സിലാക്കുന്നത് പോലും. പെണ്ണുങ്ങളുടെ ഹാരമായിരുന്നു ഈ പണ്ടാരക്കാലം. രവിശാസ്ത്രിക്കാണ് അന്ന് എന്താണ് മാൻ ഓഫ് ദ സീരീസ് ഓടി കാറ് കിട്ടുന്നത്. ഓടി കാർ എന്നൊക്കെ കേൾക്കുന്നത് നമ്മൾ അന്നാണ് ഓടി കാറ് കിട്ടുന്നത്. അപ്പോൾ 83 മത്സരം നമ്മളാരും കണ്ടില്ല. പക്ഷേ 85 മത്സരം കണ്ടു. ഇന്ത്യ വീണ്ടും ലോക ചാമ്പ്യന്മാരായി എന്നിടത്താണ് കുറെ കൂടി ഭ്രാന്തരാവുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ക്രിക്കറ്റ് കളിക്കാരാവാൻ തീരുമാനിച്ചു. കുറെ കാലം ക്രിക്കറ്റ് കളിച്ചു. ഇല്ല, ഞാൻ ആദ്യമായിട്ട് വായിച്ചു തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ പ്രീ ഡിഗ്രിക്ക് പത്തനംതിട്ട കാലിക്കറ്റ് കോളേജിൽ പോയപ്പോൾ അവിടെ ഈ ക്ലാസ് കട്ട് ചെയ്തിട്ട് പോയിരിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ലൈബ്രറി ആയതുകൊണ്ട് അവിടെ ചെന്ന് കയറി. അവിടെ പോകുന്നത് തന്നെ അന്ന് ഈ സ്പോർട്സ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു വലിയ മാഗസിൻ ഉണ്ട്, നിങ്ങൾ കണ്ടോന്ന് അറിയില്ല, വലിയ ടാബ്ലോയിഡ് മാഗസിനാണ്. അതിനകത്ത് ഈ ഗബ്രിയേല സബാൽറ്റിനിയുടെ ഒക്കെ ഫോട്ടോ വെച്ചടിച്ചു വരും. അത് കാണാൻ വേണ്ടി എൻ്റെ ചേട്ടൻ്റെ കാമുകയായിരുന്നു ഈ ഗബ്രിയേല സബാറ്റിനി. അർജന്റീനക്കാരിയാണ്. നല്ല തുടയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ഫ്രോക്കൊക്കെ ഇട്ടിട്ടുള്ള ഭയങ്കര പോസ്റ്റേഴ്സ് വരും. അത് വെട്ടിക്കറി അന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു ഹാരമായിരുന്നു. മതിലൊക്കെ പതിപ്പിച്ചു വെക്കുക. ആരുടെ ഒരു പ്രശസ്തമായ കഥയുണ്ട്, ഗബ്രിയേല സബാൽറ്റിനി, എനിക്കൊന്ന് വിനു എബ്രഹാമിൻ്റെ മറ്റുമാണെന്ന് തോന്നുന്നൊരു കഥയുണ്ട്. സബാൽറ്റിനിയുടെ പേര് വെച്ചിട്ട് വിനു എബ്രഹാം ആണോ മുഹമ്മദ് ഷഫീഖ് ആണോ എന്ന് എനിക്കൊരു ആരുടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ പതിയെ ഈ പുസ്തകത്തിനിടയിലൂടെ സഞ്ചരിക്കുകയും 1-2 പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കാൻ ശ്രമം തുടങ്ങുകയും ഒക്കെ ചെയ്ത് ഒരു ചെറിയ തുടക്കം. പക്ഷേ അപ്പോൾ തന്നെ അത് അവസാനിച്ചു. കാരണം പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കോയമ്പത്തൂരിലാണ് പോളിടെക്നിക്ക് പഠിക്കാൻ വേണ്ടി പോയത്. അത് അവസാനിച്ചു. പിന്നെ വല്ലപ്പോഴും അവധിക്ക് വരുമ്പോഴൊക്കെ 1-2 പുസ്തകം വായിക്കും എന്നുള്ളതല്ലാതെ ഒരു വായന നമ്മളൊരു കൊളുത്ത് കിട്ടുന്ന ഒരു പുസ്തകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ഒരു സംഗതി നമ്മളെ വായനയിലേക്ക് തള്ളി വീഴിക്കുക, അല്ലെങ്കിൽ ഇത് കൊള്ളാവുന്ന പരിപാടിയാണ് എന്നൊക്കെ ഒരു അത് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ആനന്ദിൻ്റെ മരുഭൂമികൾ ഉണ്ടാവുന്നത് വായിക്കുന്ന സമയത്താണ്. ഏത് പ്രായത്തിലാണ് അത് വായിക്കുന്നത്? ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞൊരു 18-19 വയസ്സ് ഒക്കെ ആയപ്പോഴായിരിക്കും. ഏതോ ഒരു അവധിക്ക് വന്നപ്പോഴായിരിക്കും എന്നാണ് ഞാൻ കോയമ്പത്തൂർ നിന്ന് അവധിക്ക് വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു 88 അതിൻ്റെ നോവൽ ഇറങ്ങിയെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആനന്ദിന് ശേഷമുള്ള ഒരു വായനാ ലോകത്ത് നിങ്ങൾ മറ്റേ അട്രാക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് റൈറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. നമ്മൾ റൈറ്റേഴ്സിൻ്റെ പേര് വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ പേരുകളിലായിരുന്നു ഞാൻ ആദ്യം വീണുകൊണ്ടിരുന്നത്. അത് ഏത് വായനക്കാരൻ? ശ്രീരാധാകൃഷ്ണൻ്റെ നോവലുകളെല്ലാം കാലത്ത് വായിക്കുമായിരുന്നു. മൂന്തേട്ടൻ നോവലുകളോട് എനിക്ക് അക്കാലത്ത് തുടക്കത്തിൽ തന്നെ ഒരു വലിയ സ്വാഭാവിക. മൂന്തേട്ടൻ നോവൽ വായിച്ചിട്ട് എൻ്റെ മൂത്ത മോൻ ആദിത്യന് പേരിട്ട ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു വായന പിന്നീട് യഥാർത്ഥത്തിൽ ഗൾഫിൽ 21-ാമത്തെ വയസ്സിൽ പോയതിന് ശേഷമാണ് ഗൗരവമായിട്ട് വായനയിലേക്ക് വരുന്നത്. കാരണം അന്ന് ഈ ഗൾഫിൽ 8 മണിക്കൂർ ജോലി കഴിഞ്ഞ് 16 മണിക്കൂർ എന്ത് ചെയ്യും എന്നുള്ള ഒരു വലിയ ഒരു സംശയമുണ്ടായി. കാരണം വെറുതെ ഇരിക്കുന്നില്ല, 5-6 മണിക്കൂർ നേരം ഉറങ്ങാം, ബാക്കി സമയം എന്ത് ചെയ്യും എന്നുള്ള തരത്തിൽ കുറച്ച് സിനിമയൊക്കെ കണ്ടു. പക്ഷേ സിനിമ അന്ന് VCP VCRൻ്റെ ഒക്കെ കാലമാണ്. സിനിമ കണ്ടപ്പോൾ എനിക്കൊരു തൃപ്തി തോന്നിയില്ല. എൻ്റെ ഉള്ളിലെ ഞാനിനെ തൃപ്തിപ്പെടുത്തുന്ന എന്തോ ഒന്ന് സിനിമയ്ക്കില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും ഞാൻ ഈ വായന അവിടെ ആരംഭിക്കുകയുമായിരുന്നു. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഒരു 30 വയസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു ആ പ്രദേശത്തിൻ്റെ ഒരു സംഗതി വെച്ചിട്ട് ഈ തോംസൺ വീഡിയോ കാസറ്റുകളുടെ ഒരു അതിപ്രസരം ഉണ്ടാകുന്ന VCP VCR എന്നൊക്കെ പറയുന്ന ഉപകരണങ്ങളുടെ ഒരു വലിയ ബൂം നടക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ അതിനകത്തുനിന്ന് വിട്ടിട്ട് പെട്ടെന്ന് വായനയിലേക്ക് മാറുന്നു. നിങ്ങൾ ഈ ഗൾഫിൽ ചെന്നിട്ട് എന്താ വായിച്ചത്? ഗൾഫിൽ ചെന്നിട്ടാണ് യഥാർത്ഥത്തിൽ മലയാള സാഹിത്യം ഞാൻ വായിച്ചു തുടങ്ങിയത്. അവിടെ ഒരു സ്വകാര്യ ലൈബ്രറി ഉണ്ടായിരുന്നു, ഒരു ബുക്ക് സ്റ്റാളിനോടൊപ്പം നടത്തുന്ന ഒരു ലൈബ്രറി. അവിടെ നിന്ന് നമുക്ക് അന്ന് ബഹറിലെ 100 ഫിൽസ് കൊടുത്താൽ നമുക്ക് പുസ്തകം വാടകയ്ക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. അവിടുന്ന് ഏകദേശം മലയാളത്തിലെ ഏതാണ്ട് എല്ലാ നല്ല പുസ്തകങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അയാൾ നല്ല ബോധ്യമുള്ള ഒരാളായിട്ട് എനിക്ക് എല്ലാ കാലത്തും തോന്നിയിട്ടുണ്ട്. കാരണം അയാൾ നല്ല ക്ലാസിക് പുസ്തകങ്ങൾ എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, റൊമൈൻ റോളിൻ്റെ ജീൻ ക്രിസ്റ്റഫ് എന്ന് പറയുന്ന പുസ്തകം 10 വോളിയവും ഞാൻ അവിടെ നിന്നാണ് എടുത്ത് വായിച്ചത്.
അപ്പോൾ അതൊക്കെ മേടിച്ചു വെക്കാനും തക്ക ഞാൻ ഒരു പ്രാവശ്യം സാഹിത്യ ചോദിച്ചിട്ടുണ്ട് ബോധ്യമുള്ള മറ്റേ ജീൻ ക്രിസ്റ്റഫ് എൻ്റെ കയ്യിലുണ്ടോ, ഞാനത് എവിടുന്നോ ഒരിടത്തുനിന്ന് പട്ടുവിലയ്ക്ക് ഞാൻ മേടിച്ച ആ 10 വോളിയം NPS ഇറങ്ങിയിട്ടുള്ള സംഗതി ഞാൻ മേടിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് മലയാളത്തിൽ 10 വോളിയമായിട്ട് ഇറങ്ങി, യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ അത് 1 വോളിയമായിട്ട് ഇറങ്ങുകയും ഒറിജിനൽ ഫ്രഞ്ചിൽ അത് 10 വോളിയമായിട്ട് ഇറങ്ങിയതിന് പിന്തുടർന്നാണ് മലയാളത്തിൽ 10 വോളിയമായിട്ട് ഇറങ്ങുന്നത്. പക്ഷേ ഇപ്പം അതിൻ്റെ അബ്രിവേറ്റഡ് വേർഷനാണ് ഇറങ്ങുന്നത്. അത് വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ എപ്പോഴും അല്ല, എല്ലാവരും 10 വോളിയം കിട്ടാനില്ല. ഇപ്പം ഇല്ല. ഒരുപാട് ആൾക്കാർ ആ 10 വോളിയം ചോദിച്ചുകൊണ്ട് എനിക്ക് മറ്റേ കോപ്പി എടുത്ത് തരാമെന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ആദ്യത്തെ ചോദ്യം വരുന്ന ചേട്ടൻ്റെ അടുത്തുനിന്നായിരുന്നു. അതോടുകൂടി ഞാൻ വായന തുടങ്ങിയതോടുകൂടി ഞാൻ KPFൻ്റെയും വി രാജകൃഷ്ണൻ്റെയും ആശാ മേനോൻ്റെയും വലിയ ആരാധകനായി മാറി. എം കൃഷ്ണൻ നായർ സ്വാഭാവികമായിട്ടും നമ്മളെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എല്ലാ ആഴ്ചയും സാഹിത്യഭാരഫലം വായിച്ചിട്ട് അതിൽ പറയുന്ന കലാകുമതി അവിടെ കിട്ടുമായിരുന്നു. കിട്ടും, 2 ആഴ്ച കഴിഞ്ഞേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇന്നിറങ്ങുന്ന കലാകുമതി 2 ആഴ്ചയ്ക്ക് ശേഷം, പത്രം 3 ദിവസത്തിന് ശേഷമായിരുന്നു കിട്ടുന്നത്. ഞങ്ങളെപ്പോഴും ഒരാഴ്ച 2 ആഴ്ച പിന്നിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. ഇവിടുന്ന് ഒരു കത്തെഴുതി അവിടെ വരണമെങ്കിൽ, ഗൾഫിൽ വരണമെങ്കിൽ ഒരാഴ്ച കഴിയും. അപ്പോൾ ഇവിടെ കുഞ്ഞിന് പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് കത്ത് അവിടെ വരുമ്പോൾ കുഞ്ഞിന് പനി കഴിഞ്ഞിരിക്കും. നമ്മളൊരാഴ്ച കഴിയുമ്പോഴാണ് കുഞ്ഞിന് പനി പിടിച്ച ഓർത്ത് വിഷമിക്കുന്നത് അവിടെ ഇരുന്നത്. അപ്പോഴത്തേക്ക് കുഞ്ഞ് സുഖമായി കഴിയും. അങ്ങനെ 1 ആഴ്ച 2 ആഴ്ച പിന്നിൽ സഞ്ചരിച്ചിരുന്ന വായനയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വായനയുടെ ഒരു പശ്ചാത്തലമായിരുന്നു എഴുത്തിലേക്ക് എടുത്തടിച്ചതുപോലെ വരാനായിട്ടുള്ള ഞാൻ വേറൊരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ മറന്നുപോയി. ഞാൻ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ സിനിമ എഴുതുമ്പോൾ തന്നെ ഞാൻ അതിനകത്ത് ഇപ്പോൾ ട്രോളുകളിലൊക്കെ ഇഷ്ടം പോലെ വരുന്നൊരു സാധനമുണ്ട്, മാഫിയ ശശിയോട് പറയുന്നൊരു സംഭവം. അപ്പോൾ ഞാൻ ഭയങ്കര പേടിച്ചത് എഴുതുന്നു. അപ്പോൾ കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട, ചാച്ചി അത് മതി എന്ന് പറയുന്നൊരു സാധനം എഴുതിയിട്ട് നമ്മൾ പുള്ളിയെ ആക്ഷേപിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രവി, മാഫിയ രവി എന്നൊക്കെ ആക്കിയാണ്. അപ്പോൾ മമ്മൂക്ക പറയാണ് എന്തിനാണ് പറയുന്നത്, അങ്ങനെ തന്നെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞ് ഞാനിത് എഴുതിയിട്ട് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഈ മാഫിയ ശശി ഇടിക്കാരനാണല്ലോ. അടുത്ത പടത്തിൽ പാവാട എന്ന് പറയുന്ന പടത്തിലും കിങ് ലെയറിലുമൊക്കെ ഈ പുള്ളിക്കാരന് ഗുണ്ടോസെറ്റും കൂടെ മൊത്തം കൂടെ വരികയാണ്. മൊത്തം കൂടെ വന്നിട്ട് ഞാൻ ഓർത്ത് ഇടി കിട്ടി പഞ്ചറായി എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേന് മൊത്തം ആൾക്കാരും നമ്മളെ ഫേമസ് ആക്കിയ സാറാണ് ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങനെ ഭയങ്കരമായിട്ട് പുള്ളിക്ക് തന്നെ അത് ഇഷ്ടപ്പെട്ടു. അല്ല, അപ്പം അങ്ങനെയാണ് ഞാൻ ചോദിക്കാം, പൊൻകുന്നം എന്ന ദേശത്തു നിന്ന് വരുമ്പോൾ പൊൻകുന്നം വർക്കിയാണോ, പൊൻകുന്നം ദാമോദരനാണോ, ബാബു ആൻ്റണിയാണോ അങ്ങേ സ്വാധീനിച്ചത്? ഇവർ 3 പേര് പൊൻകുന്നക്കാരാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ബാബു ആൻ്റണി 3 പേരും എൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ് സത്യം. പൊൻകുന്നം ദാമോദരൻ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു. ബാബു ആൻ്റണിയുടെ അച്ഛൻ ഭയങ്കര കള്ളുകൂടി പാർട്ണറാണ്. ഇവർ ദിവസവും ഇവരായിരുന്നോ ഭാര്യയും ഭർത്താവും എന്നുള്ള ഒരു സംശയം നോക്കണ്ടായിരുന്നു. പൊൻകുന്നം വർക്കിയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പുള്ളി ഊശാന്താടിയൊക്കെ ആയിട്ട് പൊൻകുന്നം ലീലാമഹൽ എന്ന് പറഞ്ഞിട്ട് ബാബു ആൻ്റണിയുടെ പെങ്ങളുടെ തിയേറ്ററുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ആദ്യത്തെ പടം കാണുന്നത്, യവനിക കാണുന്നത്. ഈ യവനികയുടെ ഉദ്ഘാടനം, ആ തിയേറ്ററിൻ്റെ ഉദ്ഘാടനം വർക്കി സാർ നടന്നത്. അപ്പോൾ വർക്കി സാറ് ഈ ഉദ്ഘാടനം കഴിഞ്ഞ് നേരെ 2 സ്മോൾ അടിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്ത് വരുന്നു. അപ്പോൾ ഞാനൊരു ബ്ലൂ കളർ ഷർട്ടോ മറ്റോ ഇട്ടിരിക്കുന്നു, നീ പൈലറ്റ് ആകുമെന്ന് പറയും. ഈ പൈലറ്റ് ആകുമെന്ന് പറഞ്ഞാൽ എന്തോ തെറിയാന്നുള്ള പോലായി എനിക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഈ പുള്ളിക്കാരൻ്റെ താടിയെ കയറിയെങ്കിൽ ഞാൻ അപ്പോൾ ഈ CPA ഒക്കെ വരട്ടിയിട്ടുള്ള CPA ഒക്കെ വരട്ടിയിട്ടുള്ള ഈ പുള്ളി കണ്ണിക്കൂടെ വെള്ളമൊക്കെ ഞാൻ എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ അടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊക്കത്തോട്ടത്തിനകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. പൊൻകുന്നം വർക്കിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പറയുന്ന. കാരണം പുള്ളി നാടകം എഴുതുന്നുണ്ട്, സിനിമ എഴുതുന്നുണ്ട്. പുള്ളി അന്ന് റിബലാണ്. എൻ്റെ അച്ഛനൊക്കെ ആയിട്ട് അത്ര കമ്പനി ആകുന്നത് ഇത് 2 പേര് ഈ മദ്യപാനത്തിൻ്റെ ഒരു സംഭവം കൊണ്ടും 2 പേരും തണ്ടിക്ക് പറ്റുന്ന ആൾക്കാരായിരുന്നു എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വർക്കി സാറിൻ്റെ ഒരു വലിയ സംഭവം കിട്ടുന്നുണ്ട്. അത് ഇവിടെ നമ്മൾ ചോദിച്ചു വന്ന ഒരു അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത്, എൻ്റെ നാട്ടിലായിരുന്നു, എൻ്റെ വീടിന് വളരെ അടുത്തായിരുന്നു കാർട്ടൂണിസ്റ്റ് PK മന്ത്രിയുടെ വീട്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. പാച്ചുവും കോവാലനും എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ അതൊരു ഫ്രേസ് തന്നെയായിരുന്നു. പാച്ചുവും കോവാലനും എന്ന് പറയുന്നത് അത് ആ കാർട്ടൂണിസ്റ്റ് PK മന്ത്രി എൻ്റെ നാടിന് വളരെ അടുത്തായിരുന്നു. എൻ്റെ ഫാദർ ഒരു ടാക്സി ഡ്രൈവറായിരുന്നു. അപ്പം PK മന്ത്രിയെ സ്ഥിരമായിട്ട് കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുന്നത്, അത് അടിച്ച് ഫിറ്റായി വഴി കിടക്കുമ്പോൾ എടുത്തുകൊണ്ട് വരികയൊക്കെ ചെയ്യുന്നത് എൻ്റെ ഫാദറായിരുന്നു. അങ്ങനെ PK മന്ത്രിയുടെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകളൊക്കെ വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ഞാൻ കാണുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് യഥാർത്ഥത്തിൽ
ഞാൻ ഒരു നാടകം കാണുന്നത് അന്ന് പന്തളത്ത് ഈ നാടക ക്ലബ്ബുണ്ട്, മാസത്തിലൊരിക്കൽ. അതിന് പി കെ മന്ത്രിയെ വിളിക്കാൻ വേണ്ടി ഫാദർ പോവുകയാണ്. എനിക്ക് തോന്നുന്നൊരു എനിക്കൊരു 4-5 വയസ്സൊക്കെ കാണുള്ളൂ. അപ്പോൾ ഫാദറിനെ വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ നാടകം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ചെറുകെ ആ വാതിൽ തുറന്നിട്ട് പന്തളത്ത് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തുന്നത്. വാതിൽ ഇങ്ങനെ തുറന്ന് നോക്കുമ്പം ഒരാൾ വേദിയിലേക്ക് വന്നിട്ട് ഞാൻ അവനെ കൊന്നു എന്നൊരു വെട്ടുകത്തി കൊണ്ട് ഇങ്ങനെ പറയുകയും കട്ടൻ വീഴുകയുമാണ്. അപ്പോൾ ഞാൻ അന്ന് തൊട്ട് ആലോചിക്കും, ഇത് ആരെയാണ് കൊന്നത്, എന്തിനാണ് കൊന്നത് എന്ന ഒരു ആലോചന എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ ഏത് നാടകമായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഏത് സമിതിയുടെ നാടകമാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ഉള്ളിൽ കലയെ സംബന്ധിച്ച്, സാഹിത്യത്തെ സംബന്ധിച്ച് ഏറ്റവും ആദ്യത്തെ ഒരു അംശം വീഴുന്നത് അവിടെ നിന്നാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ആരെ എന്തിനു കൊന്നു എന്നുള്ള ആ ചോദ്യമാണ്. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയത്തിൽ നിന്ന് വിട്ടേ പോയി. ഈ ഡെക്കറേഷൻ്റെ കാര്യമാണ്. അപ്പോൾ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, മറ്റേ ശശി അത് മതി എന്ന് പറയുന്നത് പോലെ ബെന്യാമിൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര രസമുള്ള ഗമയുള്ള പേരാണ്. ഞാനും ഇത് ആദ്യം ഈ ബെന്യാമിൻ എന്നുള്ള കൊള്ളാമല്ലോ, ഒരു എടുപ്പനാലിറ്റിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. ഇത് വെറും ബെന്നി ഡോമിനിക്, മറ്റേ ഡാനിയലാണ്. ബെന്നി ഡോമിനിക് എന്നാണ് എപ്പോഴും എൻ്റെ നാക്ക് വരുന്നത്. ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് മറ്റേ ഇപ്പോൾ കയറുന്നതിന് മുമ്പേ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഈ ബെന്നി ഡാനിയൽ എന്ന് പറയുന്ന, സാധാരണ ബെന്നി ഡാനിയൽ നല്ല പേരായിരുന്നു. ബെന്നി ഈ പറഞ്ഞ പോലെ ശശി എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്തുണ്ടെങ്കിലും മൊത്തത്തിൽ ബെന്നി ഡാനിയൽ വരുമ്പോൾ തന്നെ ഒരു ഗമാലിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ബെന്നി ഡാനിയലിനെ ഉപേക്ഷിച്ചിട്ട് ഈ ബെന്യാമിൻ എന്ന് പറയുന്ന പേരിലേക്ക് ചേക്കാറുന്ന ഒരു അപകർഷതയുടെ പ്രശ്നമൊക്കെ ആയിരുന്നു. അത് നേരത്തെയും ചില ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ എഴുത്ത് ജീവിതത്തിൽ ഈ ബെന്യാമിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അത് മുമ്പ് പറഞ്ഞതുപോലെ ഈ ഞാൻ സാഹിത്യം വായിക്കത്തില്ലെങ്കിലും എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ സാഹിത്യം നന്നായിട്ട് വായിക്കുന്ന ആൾക്കാരായിരുന്നു. അതിൽ 1-2 സുഹൃത്തുക്കൾ അന്ന് എറണാകുളത്തൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതയൊക്കെ വന്ന് ചൊല്ലുക, കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ജെസ്സി നിനക്കെന്ത് തോന്നി എന്നുള്ള കവിതയൊക്കെ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക. മാന്ത്രിക പട്ടിൽ നാം സ്വപ്നതീരങ്ങളിൽ ചെന്ന് ചുംബിക്കവേ ജെസ്സി നിനക്കെന്ത് തോന്നി എന്ന് പറയുന്ന ഒരു കാലത്ത് അലയടിച്ചോണ്ടിരുന്ന സാധനമാണ്. ഞങ്ങൾ പറയും, ഞങ്ങൾ നസ്രാണികൾക്ക് വേണ്ടി എഴുതിയ കവിതയാണ് ജെസ്സി എന്ന് പറയുന്നത്. ജെസ്സി മറ്റേതൊക്കെ ഹിന്ദുക്കൾക്ക് വേണ്ടി എഴുതിയ മറ്റേ സവർണ പേരുകളുള്ളപ്പോൾ തന്നെ ആദ്യമായിട്ടൊരു കവി ജെസ്സി എന്നുള്ള പേര്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിലൊക്കെ ഇഷ്ടംപോലെ ജെസ്സിയുണ്ട്. അപ്പോൾ ജെസ്സിയൊക്കെ നോക്കി കവിതയൊക്കെ ചൊല്ലാൻ പറ്റിയ കവിത. അപ്പോൾ പക്ഷേ ഞാൻ എഴുതി തുടങ്ങുമ്പോൾ ഈ കാലന്മാരുടെ മുമ്പിലാണല്ലോ നമ്മൾ എഴുത്തുകാരനാണ് എന്ന് പറഞ്ഞ് ചെല്ലേണ്ടത് എന്ന ഒരു ഭയത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ പേര് മാറ്റാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തു പേരിടും എന്ന ഒരു ചോദ്യത്തിൽ ഞാൻ അന്ന് വിചാരിച്ച് ഈ എൻ എന്ന് പറയുന്ന പേരിൽ അവസാനിക്കുന്ന എല്ലാവരും മഹാന്മാരാവും. ഇപ്പം മുകുന്ദൻ, വൈശാഖൻ, വാസുദേവൻ, പത്മനാഭൻ, അങ്ങനെ എല്ലാ എന്നുകാരും മഹാന്മാരായ എഴുത്തുകാരാണ്. ബിപിൻ ചന്ദ്രൻ 2 എന്നാണ്, ഡബിൾ എന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു എണ്ണ് കിടക്കട്ടെ, ഞാനും ചിലപ്പോൾ മഹാനായെങ്കിലോ എന്ന് കരുതിയാണ് ബെന്യാമിൻ എന്ന് പറയുന്ന പേരിട്ടത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ തൂലികാനാമങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് സാധാരണമായിട്ടുള്ള കാര്യമായിരുന്നു അന്ന്. ഈ ഒരു അപകർഷത വിട്ടിട്ട് ഞാനൊരു എഴുത്തുകാരനാണ് എന്ന് സ്വയം തിരിച്ചറിയും. എനിക്ക് ചിലത് പറയാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചിലത് പറഞ്ഞേ പറ്റൂ എന്ന് പറയുന്നൊരു ഘട്ടം വരുന്നത് എപ്പോഴാണ്? അതായത് ഞാൻ തന്നെ എഴുത്തുകാരനാണെന്ന് ആദ്യ സമാഹാരത്തിൽ തന്നെ ഞാനാണെന്ന് ഏകദേശമൊക്കെ കൂട്ടുകാരെല്ലാം തിരിച്ചറിഞ്ഞു. അതിനകത്ത് ഏറ്റവും വലിയ പങ്ക് വഹിച്ചതിൽ ഒരാളാണ് മുകുന്ദേട്ടൻ ഇവിടെ ഇരിക്കുന്നത്. ഞാനൊരിക്കൽ ബഹ്റൻ കേരളീയ സമാജത്തിൻ്റെ വാതുക്കൽ ഇങ്ങനെ നിൽക്കുന്ന എൻ്റെ സമാഹാരം അപ്പോഴത്തേക്ക് എന്തെങ്കിലും ഷെൽവി പ്രസിദ്ധീകരിച്ചു. അത് ഷെൽവിയുടെ ഒരു പ്രോത്സാഹനം ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരിക്കലും കഥയെഴുത്തിലേക്ക് വരില്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു 90കളുടെ ഒടുവിലാവില്ല, ഒരു 95 കാലം മുതൽ തന്നെ എനിക്ക് ഷെൽവിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നത്. പുസ്തകം വാങ്ങിച്ചുള്ള പരിചയമാണ്. മൾബറിയിൽ നിന്ന് സ്ഥിരമായി പുസ്തകം വാങ്ങിക്കുന്ന ഒരാളെന്ന നിലയിൽ ഷെൽവി എല്ലാ ആഴ്ചയും ആ പുസ്തകക്കെട്ടുകളോടൊപ്പം കത്തും അയക്കുമായിരുന്നു. ലോകത്ത് ഒരുപക്ഷെ വായനക്കാർക്ക് കത്തെഴുതുന്ന ഏക പ്രസാധകൻ
ഷെൽവി മാത്രമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് കുറേ കത്തുകൾ നൗഷാദ് ഏട്ടനായിരുന്നു അയച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അല്ലല്ല, ഷെൽവിയുടെ അല്ല, കൈയക്ഷരത്തിൽ അതുണ്ട്. ഒപ്പം തന്നെ ഈ പ്രിയ സുഹൃത്തിൻ്റെ കൂട്ടത്തിലുള്ള കുറേ കത്തുകൾ. അല്ലല്ല, ഷെൽവിയുടെ കൈയക്ഷരത്തിൽ വരും. പിന്നീട് ഷെൽവിയുമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഫോൺ വിളി ഉണ്ടായിരുന്നു. രാത്രിയാകുമ്പോൾ സ്ഥിരമായിട്ട് ഞാൻ അവിടുന്ന് ഫോൺ വിളിക്കും. അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കുറച്ച് കഥകളൊക്കെ എഴുതി തുടങ്ങിയപ്പോൾ ഒരിക്കൽ ഷെൽവിയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഷെൽവി പറഞ്ഞു എനിക്ക് അയച്ചു തരും, ഞാൻ നോക്കാം എന്ന് പറയുമ്പോഴാണ് അത് ഷെൽവി സ്വീകരിക്കുകയും എൻ്റെ ആദ്യ സമാഹാരം യുത്തനേസിയ വരികയും ഒക്കെ ചെയ്യുന്നത്. ആ സമാഹാരമായിട്ട് ഞാൻ മൂന്തേട്ടനെ കാണാൻ വേണ്ടി ചെല്ലും. അത് സമയത്ത് ചെല്ലുമ്പോൾ മൂന്തേട്ടൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു ചെറിയ പുസ്തകമൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മൂന്തേട്ടൻ പറഞ്ഞു അതിനെന്താ, ഞങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെയാണ്, നിങ്ങളാരും ചെറിയ എഴുത്തുകാരല്ല, നിങ്ങളൊക്കെ വലിയ എഴുത്തുകാരാവേണ്ട ആളാണ് എന്ന് പ്രോത്സാഹനം തരികയും ഒരു സംവാദത്തിൽ, ഇതുപോലുള്ള സംവാദത്തിൽ മൂന്തേട്ടൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ ഗൾഫിൽ ഇരുന്നു കൊണ്ട് നാടിൻ്റെ കഥയൊക്കെ എഴുതുന്നത്, നിങ്ങൾക്ക് ഈ ഗൾഫിൽ എത്രയോ കഥകളുണ്ട്, അതെഴുതിക്കൂടെ എന്ന് 2000-ൽ മൂന്തേട്ടൻ വെച്ച ഒരു വെല്ലുവിളിയാണ് 2008-ൽ ആടുജീവിതമായി ഞാൻ എഴുതാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ പ്രവാസികൾ അന്ന് നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പ്രവാസ എഴുത്ത് എന്ന് പറയുന്നത് ഒരു ഡീഗ്രേഡഡ് എഴുത്തായിട്ട്, അല്ലെങ്കിൽ ഇത് അത്ര വകവെക്കേണ്ട ഒരു സംഗതിയല്ല. ചേട്ടൻ തന്നെ പറഞ്ഞു വകവെക്കേണ്ടെന്നല്ല, അന്ന് ഞങ്ങൾ പറയും എയർമെയിൽ അന്നറിയാമല്ലോ, നീലയും വെള്ളയും വരെയുള്ള ഒരു കവറായിരുന്നല്ലോ. അത് കണ്ടാൽ പത്രാധിപന്മാർ പൊട്ടിച്ചു പോലും നോക്കാതെ ചവിട്ടുകുറ്റയിലേക്ക് എറിയുമായിരുന്നു എന്നാണ് ഞങ്ങൾ സ്ഥിരമായി പറയാറുള്ളത്. ഞാൻ ഗൾഫിൽ നിന്ന് അയക്കുന്ന എത്രയോ കഥകൾ അത് അയക്കുന്നതിനേക്കാൾ വേഗത്തിൽ മലയാളത്തിലെ പത്രാധിപന്മാർ സ്റ്റാമ്പ് ഒട്ടിച്ച് ഗൾഫിലേക്ക് തിരിച്ചയച്ചു തരുമായിരുന്നു എന്നുള്ളതാണ്. അത്ര സ്നേഹമുള്ള പത്രാധിപന്മാരായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അതിനകത്ത് അങ്ങനെ മടങ്ങി വന്ന കഥകളിൽ ഒന്നിൽ ഭാഷാഭൂഷണിയുടെ എഡിറ്ററായിട്ട് അന്ന് പ്രവർത്തിച്ചിരുന്ന സി രാധാകൃഷ്ണൻ സാർ ഒരു കത്ത് കൂടി എഴുതിയിരുന്നു. അതിനകത്ത് ഇങ്ങനെ അതും അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയിലാണ് ആ കത്ത് എഴുതിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം പിന്നീടൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ സ്വന്തം കൈപ്പടയിൽ എഴുതാറില്ല, കാരണം പണ്ട് തൊട്ടേ പുള്ളി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളാണ്, വളരെ സ്നേഹം തോന്നുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ സ്വന്തം കൈപ്പടയിൽ എഴുതാറുള്ളൂ എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സ്വന്തം കൈപ്പടയിൽ തിരിച്ചയച്ചതാണ് എങ്കിൽ പോലും അതിനകത്ത് അദ്ദേഹം പറഞ്ഞു ബെന്യാമിൻ നിങ്ങളുടെ കഥ കിട്ടി, നിർഭാഗ്യവശാൽ അതിവിടെ പ്രസിദ്ധീകരിക്കാൻ കഴിയുകയില്ല, എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു കഥാകാരനുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. കഥകൾ തുടർന്നെഴുതുക. എല്ലാ കഥയുടെയും രഹസ്യം എന്ന് പറയുന്നത് ഒരു കഥയ്ക്കുള്ളിൽ പറയപ്പെടാത്ത ഒരു കഥ ഒളിച്ചിരിക്കണം എന്നുള്ളതാണ് എന്ന് പറയുന്ന ഒരു നിർദ്ദേശം എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നായിട്ടാണ് തിരിച്ചയച്ച കഥയും ആ കത്തിനെയും ഞാൻ കരുതുന്നത്. അതാണ് എനിക്ക് കുറേ കൂടി പിന്നീട് ഒന്ന് ഉയർന്ന വേറൊരു രീതിയിലേക്ക് ചിന്തിക്കാനും ഞാൻ എഴുതിയ കഥകളിലുള്ള മാറ്റങ്ങൾ വരുത്താനും ഒക്കെ എന്നെ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ പോസ്റ്റ്മാന് ശേഷം പിന്നെ ഒരു സമാഹാരം വരാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ കഥകൾ വളരെ കുറച്ചാണ് എഴുതുന്നത്. ഇപ്പോൾ കഴിഞ്ഞ നോവലുകളുടെ ഒരു എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബൃഹദാകാരമുള്ള നോവലുകൾ പരമ്പരയായിട്ട് എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സീക്വലുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഡ്യുവൽ നോവൽ വരുന്നുണ്ട്. നോവലിലെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. കഥകളിൽ എന്താണ് അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാത്തത്? ഭയങ്കര പാടാണ് കഥ എഴുതാൻ. നോവൽ എഴുതാൻ എളുപ്പവും കഥ എഴുതാൻ പ്രയാസവുമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ 3 ചെറുകഥകൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്തിടയ്ക്ക് കൊച്ചി എന്ന് പറയുന്ന ഒരു കഥ മാതൃഭൂമിയിൽ വന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം 2017-ലോ 2018-ലോ അതെ അതെ അപ്പോഴാണ് ഇറങ്ങുന്നത് പോസ്റ്റ്മാൻ എന്ന് പറയുന്ന കഥാസമാഹാരം. അതിനുശേഷം ഒരു സമാഹാരം വന്നിട്ടില്ല. അതിനുശേഷം നോവലുകൾ വന്നിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കുന്ന കഥകൾ ഒക്കെ അതിൻ്റെ ഒരു റേഞ്ച് ഭയങ്കര വലുതാണ്, ക്യാൻവാസ് വലുതാണ്. അത് ചെറുകഥയിലേക്ക് ഒതുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെറുകഥകൾ വരാത്ത. ഞാൻ ഈ ആടുജീവിതത്തിലേക്ക് വരാത്ത പറഞ്ഞ് ആൾക്കാർ തേഞ്ഞ വിഷയം ചേട്ടൻ തന്നെ പറയാൻ. ഇന്നലെ കടന്നുപോയ ബഹുമാനപ്പെട്ട MD കുറിച്ച് കൂടി ഒരു വാക്ക് പറയാനുണ്ട്. അതുപോലെ മുകുന്ദേട്ടൻ വന്നതുപോലെ ഒരിക്കൽ MD ബഹ്റിൻ വന്നപ്പോൾ കൂടെ ഇരുന്ന് സംസാരിക്കാൻ ഒരു അവസരം ചോദിച്ചു. അന്ന് തീരെ സംസാരിക്കാത്ത ആൾ എന്ന് നമ്മൾ പറയുന്ന MD 2.5 മണിക്കൂർ നേരം ഞങ്ങൾ 3 സുഹൃത്തുക്കളോട് വിശദമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ അന്ന് വാരണാസി എന്ന് പറയുന്ന നോവൽ വരാൻ പോവുകയാണ്, അതിൻ്റെ കഥ പറയുന്നു, സിനിമാ ജീവിതം പറയുന്നു, എന്നെങ്കിൽ എന്താണ് നമ്മുടെ വടക്കൻ വീരഗാഥ യഥാർത്ഥത്തിൽ നോവലാണ് ആവണമായിരുന്നു എന്ന ആഗ്രഹം ഞങ്ങളോട് പങ്കുവെക്കുന്നു. അങ്ങനെ അക്കൂട്ടത്തിൽ ഞാൻ ഒരു കഥ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വായിച്ചു, പെൺമാറാട്ടം എന്ന് പറയുന്ന കഥ വായിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു
ഒരു എഴുത്തുകാരൻ എന്ന നിലയിലല്ല, ഒരു പത്രാധിപർ എന്ന നിലയിൽ, 10,000-കണക്കിന് കഥകൾ വായിച്ച ഒരു പത്രാധിപർ എന്ന നിലയിൽ ഈ കഥ നല്ല കഥയാണ് എന്ന് ഞാൻ അടയാളപ്പെടുത്തുന്നു എന്ന് പറയുന്ന ഒരു നല്ല വാക്ക് അദ്ദേഹത്തിൽ നിന്ന് കേട്ടു. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ എനിക്കൊരു ആത്മവിശ്വാസം പിൽക്കാലത്ത് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുതിർന്ന എഴുത്തുകാരെങ്ങനെയാണ് അതിൻ്റെ താഴെയുള്ള പിന്നാലെ വരുന്ന ഓരോരുത്തരെയും സഹായിക്കുന്നത്, പ്രോത്സാഹനം തരുന്നത് എന്നത് ഓരോ നിമിഷവും ഓർക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരല്പമെങ്കിലും ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ എഴുത്തുകാരനാണ് എന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ എനിക്ക് ഒരു ചങ്കുറപ്പ് നൽകിയത് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ മനഃപൂർവ്വം ആടുജീവിതത്തിനെ പറ്റിയിട്ടോ ആടുജീവിതം സിനിമയെ പറ്റിയിട്ടോ, കാരണം ചേട്ടൻ തന്നെ ഒരുപാട് വേദികളിൽ സംസാരിച്ച് കുഴയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരു കുടുക്ക് ചോദ്യം ചോദിക്കാനുണ്ട്. നോവലിൽ ഒരു വലിയ പരീക്ഷണമായിരുന്നു തരംഗൻസ് ഗ്രന്ഥവലി. ഞാനത് ആ പൈസ കൊടുത്ത് മേടിക്കുകയും ചെയ്ത ആളാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, മൊത്തം പുസ്തകങ്ങളും ഒരു പുസ്തകം ഒഴികെ ബാക്കി എല്ലാ എഴുത്തും ഫോളോ ചെയ്യുന്ന കഥകളുടെ സമാഹാരങ്ങളില്ല, മൊത്തം കഥകൾ ഇരിക്കുന്നതുകൊണ്ട് അതിനകത്ത് 1-2 സമാഹാരങ്ങൾ ഒഴികെ ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള മുഴുവൻ പുസ്തകങ്ങളെയും അങ്ങനെ ആ കാലം മുതൽ ഫോളോ ചെയ്യുകയും ഒപ്പിട്ട് കൈ തളർന്നു പോവുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഈ തരകൻസ് ഗ്രന്ഥവലിയിലൊരു വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ബോക്സ് സെറ്റ്, അതിനകത്ത് രൂപപരമായിട്ടുള്ള പരീക്ഷണം. അതിന് മുമ്പ് തന്നെ ഇപ്പോൾ അൽ അറേബ്യൻ നോവൽ ഫാക്ടറിയിലും മുല്ലപ്പൂ നിറമുള്ള പകലുകളിലും ഒരു ഡ്യുവൽ നോവൽ എന്നൊക്കെ പറയുന്ന പരീക്ഷണം അതിനകത്തുണ്ടായിരുന്നു. ഈ തരകൻസിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ വിവാദം എന്ന് പറയുന്ന സംഭവം? അത് പലതരത്തിൽ പല വ്യാഖ്യാനങ്ങളുണ്ടാകാം. എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എന്താണ് അതിനകത്ത് സംഭവിച്ചത്? രൂപത്തിൽ പരീക്ഷണം നടത്തുക എന്നത് എന്നെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്നാണ്. അപ്പം നിങ്ങൾ തന്നെ നോക്കിയാൽ എൻ്റെ ഓരോ നോവലുകളും ഒന്നിനൊന്ന് രൂപത്തിൽ വ്യത്യസ്തമാണോ എന്ന് കാണാൻ. ആടുജീവിതം പോലെയല്ല മഞ്ഞവെയിൽ മരണങ്ങൾ പോലെയല്ല അൽ അറേബ്യൻ നോവൽ ഫാക്ടറി, മുല്ലപ്പൂ നിറമുള്ള പകലുകളും, അതുപോലെയല്ല മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. അങ്ങനെ ഓരോ നോവലിലും എന്തെങ്കിലുമൊക്കെ പുതുമ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ മലയാള സാഹിത്യത്തിൽ കഴിഞ്ഞ 20 വർഷമായി എടുത്തു നോക്കുമ്പം വിഷയപരമായ ധാരാളം പുതുമകളുണ്ടെങ്കിലും രൂപത്തിൽ പരീക്ഷണങ്ങൾ നടത്താൻ മലയാളത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ തലമുറ വല്ലാതെ ഭയക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ മൂന്നേട്ടൻ്റെയൊക്കെ തലമുറ എങ്ങനെയല്ല, എന്തിലും പരീക്ഷണം. ആദ്യത്തിൻ്റെ ആദ്യം മറ്റേ പക്ഷേ മൂന്നേട്ടൻ്റെ തലമുറയിൽ അത്തരത്തിലുള്ള അപ്പോൾ മൂന്നേട്ടൻ്റെ നോവലുകൾ, ഇപ്പോൾ കേശവൻ്റെ വിലാപങ്ങൾ, EMSൻ്റെ ഒരു എംബോസ്ഡ് കവർ അതിനകത്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ പ്രവാസം എന്ന് പറയുന്ന 5 കവറുകളിൽ ഹേ ആർട്ട് എന്ന് പറയുന്ന ഒരു പരിപാടി വെച്ചിട്ട് സംഗതി നോക്കുന്നത്. കവറിൽ അല്ലെങ്കിൽ ഇപ്പോൾ മയ്യഴിപ്പുഴയുടെയൊക്കെ മറ്റേ ചില സ്പെഷ്യൽ എഡിഷൻസ്, മറ്റേ കാലിക്കോ പൈൻറ്റിൽ മറ്റേ ജൂട്ടിൻ്റെ കവറൊക്കെ വെച്ചിട്ടുള്ള സംഭവം, കവറിലൊക്കെ ഉള്ള ധാരാളം പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ അതിൻ്റെ കണ്ടൻറ്റും മൊത്തത്തിൽ ഒരു ഡിസൈനിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് യൂറോപ്യൻ സാഹിത്യം നിങ്ങൾ പരിശോധിച്ചാൽ ഡിക്ഷണറിയുടെ രൂപത്തിൽ എഴുതിയിട്ടുള്ള നോവലുകൾ ഉണ്ട്. അങ്ങനെ ഇതുപോലെയുള്ള ഷഫളിംഗ് നോവലുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ ധാരാളം നോവലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ BS ജോൺസൻ്റെ ഒരു നോവലുണ്ടാവും, നോവലിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതാണ് യഥാർത്ഥത്തിൽ തരകൻസ് ഗ്രന്ഥവലിക്ക് ഒരു രൂപമായത്. അത് BS ജോൺസൻ്റെ ആ നോവൽ യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെ ബോക്സ് ഉള്ളിലുള്ള 6 സെറ്റ് കഥകളാണ്. ഈ 6 സെറ്റിനെ ഷിഫിൾ ചെയ്ത് വേണമെങ്കിൽ വായിക്കാം. പക്ഷേ അതിൻ്റെ ആദ്യവും അവസാനവും BS ജോൺസൺ തീരുമാനിച്ചിട്ടുണ്ട്, ഇതാണ് എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിന് ഒരു പടി കൂടി കടന്നുകൊണ്ട് 120 കാർഡുകളിലായി കഥ പറയുന്നു. ഈ 120 കാർഡിലൂടെ കഥ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് സമ്പൂർണമായ കഥ മനസ്സിലാവും. പക്ഷേ അവിടെ എനിക്കൊരു വായനക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ അത് വാങ്ങിയ ആളാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പെട്ടെന്ന് അതിൻ്റെ വിലക്കുറവിൽ അതിൻ്റെ ഒരു പ്രിൻ്റഡ് എഡിഷൻ, ഷഫിൾ ചെയ്യാൻ പറ്റാത്തൊരു എഡിഷൻ വരുന്നു. അല്ല, ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയില്ലേ? അതായത് ഈ ബോക്സിനകത്തുള്ള കാർഡിൻ്റെ രൂപമാണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളതും DC അത് അംഗീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ രൂപകൽപ്പനയിലേക്ക് വന്നപ്പം ഭയങ്കരമായ പ്രതിസന്ധികളുണ്ടായി. കാരണം കേരളത്തിലൊരാളും ബോക്സ് ചെയ്യാനില്ല. അത് യഥാർത്ഥത്തിൽ ആ ബോക്സ് 3500 കോപ്പികളാണ് അടിച്ചത്. ആ ബോക്സ് 3500ഉം ഹൈദരാബാദിലുള്ള ഒരു കമ്പനിയിൽ ചെയ്തിട്ട് ട്രക്കിലാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ഈ 120 കാർഡുകളും ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരാൾ മാനുവലി നടന്ന് 120 കാർഡ് എടുത്ത് ഈ ബോക്സിനകത്ത് വെച്ച് ചെയ്യേണ്ട ഒരു മാനുവൽ പ്രവൃത്തിയായി അത് മാറി.
സാധാരണ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ മുഴുവൻ പ്രിൻ്റ് ചെയ്ത് അച്ചടിച്ച് കവർ എന്താണ് റാപ്പർ വരെ ചുറ്റിയാണ് പുസ്തകം വരുന്നിടത്ത് ഈ മാനുവൽ ലേബർ എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒന്നായി. അപ്പോൾ അന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു ആ 120 അല്ല 3500 ബോക്സ് പുസ്തകങ്ങൾ മാത്രമേ പുറത്തിറക്കുകയുള്ളൂ, അതിനിയും അടുത്ത ഒരു എഡിഷനായി പുറത്തിറക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വരാം. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് ചോദിച്ചാൽ, നമ്മളാരും ഒരു കഥ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നത് ക്രമാനുഗതമായിട്ടല്ല എന്നുള്ളതാണ്. ഇപ്പം ബിപിൻ ചന്ദ്രൻ ബെന്യാമിൻ എന്ന് പറയുന്ന ആളിനെ മനസ്സിലാക്കുന്നത് അയാളുടെ കുളനട ജനിച്ചു, പത്തനംതിട്ടക്കാരനാണ്, അയാളുടെ അയൽവക്കത്ത് കെ ശ്രീകുമാർ ഉണ്ട്, പത്തനംതിട്ട കാതോലിക്ക കോളേജിലാണ് പഠിച്ചത് എന്ന ക്രമത്തിലേ അല്ല ബിപിൻ ചന്ദ്രൻ മനസ്സിലാക്കിയ. ഒരു പക്ഷേ അയാൾ ആടുജീവിതം എഴുതിയിട്ടുണ്ട്, അയാൾ ഗൾഫിലായിരുന്നു, പിന്നെ മഞ്ഞുവെയിൽ മരണങ്ങൾ എഴുതിയിട്ടുണ്ട്, പിന്നെ പത്തനംതിട്ട ജില്ലക്കാരനാണെന്ന് അറിയുന്നു. ഇപ്പം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ക്രമം കൃത്യമായി പറയും. നമ്മൾ ജീവിതത്തിൽ ഏതൊരു കാര്യത്തെയും മനസ്സിലാക്കുന്നത് ക്രമരഹിതമായിട്ടാണ്, പക്ഷേ നമ്മുടെ മനസ്സ് അതിനെ ക്രമത്തിൽ പിന്നീട് അടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ഗംഭീര പരീക്ഷണമാണ്. ആ ക്രമരഹിതത്തിനെ നമ്മൾ തരാൻസ് ഗ്രന്ഥവരി എന്ന് പറയുന്ന ഒരു ബോക്സ് സെറ്റിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇതിന് വേറൊരു എഡീഷൻ ഉണ്ടാകുകയില്ല എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുകയും അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇതൊരു സാധാരണ പുസ്തകമായി ഇറക്കിയതിൻ്റെ കാരണം ഈ 3500 കോപ്പികൾ പോയതോടുകൂടി അതിൻ്റെ ആവശ്യക്കാർ വല്ലാതെ വർദ്ധിക്കുകയും അത് ഇനിയും പുറത്തിറക്കണം എന്നുള്ള ഒരു ആവശ്യമുണ്ടാകുകയും ചെയ്തു. അപ്പോൾ ബോക്സ് രൂപത്തിൽ ഇനി സാധ്യമാവാത്ത തരത്തിൽ. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ പുസ്തകം ഒരേപോലെയല്ല. നിങ്ങൾ 2 പുസ്തകം എടുത്താൽ 2 പുസ്തകത്തിൻ്റെയും ഷഫിൾ വേറെയാണ്, അല്ലാതെ അത് പുസ്തക രൂപത്തിലല്ല. പലരും വിചാരിക്കുന്നത് അത് പുസ്തക രൂപത്തിൽ പുറത്തിറക്കിയെന്നാണ്. ഇത് പക്ഷേ ആൾക്കാർക്ക് അറിയില്ല. ഓരോ പുസ്തകവും യുണീക്കാണ്, ഓരോ പുസ്തകവും. പക്ഷേ ഈ കാർഡിൻ്റെ രൂപത്തിലുള്ളതിനകത്ത് നമുക്ക് തന്നെ ഷഫിൾ ചെയ്യാം, നമ്മൾ തന്നെ ഇത് ഷഫിൾ ചെയ്തിട്ട് വായിക്കാം. പക്ഷേ പുസ്തകത്തിൽ നമുക്ക് ഷഫിൾ ചെയ്യാൻ കഴിയില്ല, എന്നാൽ അത് ഓൾറെഡി ഷഫിൾ ആണ് എന്നുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആയത്. അതൊരിക്കലും ഒരേ രൂപത്തിലല്ല. 2 പുസ്തകം വായിച്ചാൽ 2ൻ്റെയും ഷഫിൾ 2 ആയിരിക്കും. അതിനിങ്ങനെ ലക്ഷക്കണക്കിന് ഷഫിളുകൾ ചെയ്തിട്ടാണ് ആ പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോഴും അത് യുണീക്കാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും. അല്ല, അത് ഒരു എഴുത്തുകാരൻ്റെ കോൺഫിഡൻസും അയാൾ മാത്രം പറയേണ്ട കാര്യവുമാണ്. പക്ഷെ അത് വിപണിയിൽ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങുന്ന ചില ആൾക്കാർ ആശങ്കകൾ പങ്കുവച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ആശങ്കകളല്ല ഞാൻ പങ്കുവച്ചത്. അതൊരു വായനാ സമൂഹം എന്നുള്ള നിലയിൽ പല ആൾക്കാരും ഇത്തരത്തിൽ അത് മോശമായി പോയല്ലോ, അതൊരു എത്തിക്കലല്ലാത്ത പരിപാടിയായി പോയല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ എനിക്കത് ചോദിക്കാതിരിക്കാനായിട്ട് പറ്റില്ലാത്തതുകൊണ്ട് ചോദിച്ചാണ്. നമുക്കത് ഓഡിയൻസിലേക്ക് ചോദ്യങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് 2 കാര്യങ്ങളാണ് പുതിയ 2 സംരംഭങ്ങൾ. ഒന്ന് മോണ്ടർഷെയർ ഡയറി എന്ന് പറയുന്നത് എന്തൊരു രൂപകൽപ്പനയാണ് ആ പുസ്തകത്തിൻ്റെ. നിങ്ങൾ ഭൂരിപക്ഷം പേരും കണ്ടിട്ടുണ്ടാകാം. ഒരു പ്രൊഡക്ഷൻ എന്തായിരിക്കണം എന്നുള്ളത് നമ്മളെ കാണിച്ചു തരുന്ന പുസ്തകമാണ്. ഒരു ഡയറി പോലെ തന്നെ അതിനകത്തെ ചിത്രങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അച്ചടിയുടെ മികവ്, അതിൻ്റെ പേജ് സെറ്റിങ്ങിൻ്റെ ഒരു മികവ്, എന്തൊരു പ്രൊഡക്ഷൻ എന്ന് നമുക്ക് മാതൃഭൂമിയിൽ നിന്ന് ഒരുപക്ഷെ അത്രയും പരീക്ഷണാത്മകമായിട്ടുള്ളൊരു പുസ്തകം വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഷെൽവിയെക്കുറിച്ചിട്ടുള്ള ഞാൻ അതിനകത്ത് കഥാപാത്രമാണ് എന്ന് പറയുന്ന ഒരു ഭയങ്കര തമാശ കൂടെയാണ്. ഞാൻ പണ്ട് ഇതേപോലെ കസൻസാക്കിസിൻ്റെയും ലിയോണിദാസിൻ്റെ ഡയറിയും ഒക്കെ മൾബറി ഇറക്കിയിട്ടുള്ള പഴയ ചില പതിപ്പുകൾ എൻ്റെ കയ്യിൽ ഉണ്ട്. ഇപ്പോൾ ഇന്ന് നൗഷാദേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഒരു മൾബറി പുസ്തകം ഇറക്കുന്നുണ്ട്, ഞാൻ വീട്ടിൽ വരുന്നുണ്ടാ കുറേ കവറുകൾ എടുക്കണം. കാരണം മൾബറിയുടെ ഏറ്റവും കൂടുതൽ ശേഖരം ഒരു പക്ഷേ എൻ്റെ കയ്യിൽ ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ശേഖരിച്ച് അന്നത്തെ മൾബറിയുടെ കിങ് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ കിങ് മെമ്പർ ഞാനാണ്. നിങ്ങൾക്ക് കത്തടപാട് നടത്തുമ്പോൾ ഞാനന്ന് 10ാം ക്ലാസ്സുകാരനായിട്ടിരിക്കുമ്പോൾ തന്നെ ഈ കിങ് മെമ്പറാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനാണ്. ഈ പ്രിയ സുഹൃത്തിൻ്റെ ജേണലുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൾബറി സീരിയലൈസ് ചെയ്തു വരുന്നു. എനിക്കൊരിക്കലും അന്ന് എന്നോട് ആ നോവലിൻ്റെ കോപ്പി എടുത്തു തരണമെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു അക്രമത്തിനാണ് എന്നുള്ളത് എനിക്ക് യാതൊരു ഊഹവും ഇല്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മോണ്ടർഷെയർ ഡയറി എന്ന് പറയുന്ന ഒരു സംഗതി, നിങ്ങൾ ഇപ്പോൾ ഫിക്ഷൻ ഒരുപാട് വിറ്റുപോകും, അല്ലെങ്കിൽ സാമ്പത്തിക ലാഭമുണ്ട്, കുറിപ്പുകളിൽ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു എഡിഷൻ 2 എഡിഷനിലൊക്കെ തീരുന്ന സംഭവങ്ങളാണ്. നിങ്ങളത് ലാഭേച്ഛയില്ലാതെ തന്നെ നിങ്ങളുടെ ഒരു ആത്മാവിൻ്റെ പ്രകാശനം എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരേ സമയം തന്നെ ഇങ്ങനെ 2 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് വായനക്കാരുടെ ഒരു സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്, ഞാൻ എത്രയോ പുസ്തകങ്ങളെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. എനിക്കത്
പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അതിനെപ്പറ്റി സംസാരിക്കണം. മോണ്ടിസറി ഡയറിയെക്കുറിച്ച് പറഞ്ഞാൽ, ഞാൻ ഈ വായനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങിയത്. പിന്നീട് ആ വായന എഴുത്തിലേക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ പിന്നീട് സ്ഥിരമായി ഡയറി എഴുതുമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ 92 ഗൾഫിലെത്തിയ ഞാൻ 2000 ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. 8 വർഷക്കാലത്തിൻ്റെ ഇടവേളയിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചാൽ, മുമ്പേ പറഞ്ഞതുപോലെ വായിക്കുകയായിരുന്നു, പിന്നീട് ഡയറി എഴുതുകയായിരുന്നു. ഈ ഡയറി കുറിപ്പുകളിലുള്ള എഴുത്തിലാണ് എൻ്റെ ആത്മപ്രകാശനത്തിനുള്ള വേദിയായി മാറിയത്. എനിക്ക് അക്ഷരങ്ങളോടുള്ള ബന്ധമുണ്ടായത്. എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ സങ്കല്പങ്ങൾ, എൻ്റെ ആശയങ്ങൾ, എൻ്റെ വിചാരങ്ങൾ, എൻ്റെ ഭീതികൾ, എൻ്റെ കാഴ്ചകളൊക്കെ എനിക്ക് അക്ഷരങ്ങളിലൂടെ പകർത്തു വെക്കാൻ കഴിയുമെന്ന് എന്നെ പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ ഡയറി കുറിപ്പുകളായിരുന്നു. പിന്നീട് ഈ കഴിഞ്ഞ വർഷം ഞാൻ സ്വിറ്റ്സർലൻഡിൽ ഒരു റൈറ്റേഴ്സ് റെസിഡൻസി പ്രോഗ്രാമിന് പോയി. അത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. നമുക്ക് എഴുത്തുകാർക്ക് വീട്ടിലിരുന്ന് എഴുതാൻ കഴിയില്ല എങ്കിൽ നാട്ടിൽ നിന്നാൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനും സാഹിത്യ സമ്മേളനങ്ങൾക്കും ഒക്കെ വിളിക്കുമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇവിടെ വരൂ, ഞങ്ങൾക്ക് എഴുതാൻ സൗകര്യം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൽ പല ഫൗണ്ടേഷനുകളും യൂണിവേഴ്സിറ്റികളും റൈറ്റേഴ്സ് റെസിഡൻസി പ്രോഗ്രാം എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. അത് സ്വിറ്റ്സർലൻഡിലെ ഒരു വലിയ ഫൗണ്ടേഷൻ നടത്തിയിട്ടുള്ള ഒരു ഇതിലേക്ക് എനിക്ക് ക്ഷണം കിട്ടിയെന്നല്ല, യഥാർത്ഥത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട്, ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തിട്ട് അവർ നമ്മളുടെ മാനദണ്ഡങ്ങളൊക്കെ കറക്റ്റാണെങ്കിൽ നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അത് ടിക്കറ്റും ഭക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം സൗജന്യമായി കിട്ടുമെന്നുള്ളതുകൊണ്ട് നമുക്കവിടെ പോയിരുന്ന് എഴുതാം. അപ്പോൾ ആ 2 മാസത്തെ അവിടുത്തെ വാസത്തിനിടയിൽ ഞാൻ എൻ്റെ ആ പഴയ ശീലം വീണ്ടെടുത്തു. ഡയറി എഴുതുക എന്ന് പറയുന്നത് 2 മാസവും ഞാൻ എല്ലാ ദിവസവും ഡയറി എഴുതി. അപ്പോൾ ആ ഡയറി കുറിപ്പ് പിന്നെ മലയാള മനോരമയുടെ ഞായറാഴ്ചയിൽ കുറച്ച് ഒരു ഒരു യാത്രാവിവരണം പോലെ അതൊന്ന് സമ്മറൈസ് ചെയ്ത് എഴുതി. പക്ഷേ പിന്നെ എനിക്ക് തോന്നിയത് അതൊരു പൂർണ്ണമല്ല. ആ 2 മാസക്കാലം നമ്മുടെ രാജ്യത്ത് നിന്ന് വിട്ട് മറ്റൊരു സ്വിറ്റ്സർലൻഡിലെ വളരെ ഉൾഗ്രാമത്തിലുള്ള മോൺട്രീഷർ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഗ്രാമത്തിൽ താമസിച്ചതിൻ്റെ ഒരു അനുഭവം അതുപോലെ വായനക്കാർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ ഡയറി കുറിപ്പുകൾ അതുപോലെ ഒരു മാറ്റവും ഇല്ലാതെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതാണ് മോൺട്രീഷർ. എഴുത്തുകാരൻ്റെ ജീവിതം എന്താണ് എന്നുള്ളത്, 2 മാസത്തെ ഒരു എഴുത്തുകാരൻ്റെ ജീവിതം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു പാഠപുസ്തകം പോലെ നമുക്കത് ട്രഷർ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതേപോലെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് സീരിയലൈസ് ചെയ്ത് നോവൽ വരുന്നത്. കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ്. അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങളാണ് ഇതിനു മുമ്പ് സീരിയലൈസ് ചെയ്തിട്ടുള്ളത്. അത് 2005 2006 മാധ്യമത്തിലായിരുന്നു. മാധ്യമത്തിലാണ്. ആ ലക്കങ്ങളെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇലിസ്ട്രേഷൻസ് അടക്കം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആളാണ്. കെ ഷെരീഫിൻ്റെ വരകളായിരുന്നു, ഉഗ്രം വരകൾ. കെ ഷെരീഫ് ഷെരീഫിൻ്റെ മുഴുവൻ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ആ ഷെരീഫിൻ്റെ വരകളോട് കൂടിയിട്ടുള്ള ഒരു എഡിഷൻ വരണം എന്നുള്ളതാണ്. കാരണം ഷെരീഫിൻ്റെ അടുത്തോ നിങ്ങളുടെ അടുത്തോ ആ പുസ്തകം അതിൻ്റെ സ്കെച്ചസ് ഉണ്ടാകില്ല, എൻ്റെ അടുത്ത് ആ സ്കെച്ചസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് പ്രശ്നം. ഷെരീഫ് മാതൃഭൂമിയിൽ ജോലി ചെയ്യുകയും DC പുസ്തകവും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ. മാതൃഭൂമിയെ കൊണ്ടിറക്കണം, അപ്പോൾ തീർന്നല്ലോ. അപ്പോൾ അങ്ങനെ ഈ മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്ത് വരുന്ന മൾബറിയുടെ ഒരു പ്രചോദനം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഓഡിയൻസിലേക്ക് ചോദ്യങ്ങൾക്കായിട്ട്. മൾബറി സ്വാഭാവികമായിട്ടും ഇപ്പം എല്ലാവർക്കും അതിൻ്റെ വിഷയം മനസ്സിലായി കഴിഞ്ഞു. അത് ഷെൽവിയുടെ ജീവിതം തന്നെയാണ്. ഷെൽവിയുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം ഞാനിവിടെ സൂചിപ്പിച്ചല്ലോ. എന്നെ ഒരു എഴുത്തുകാരനാക്കി തീർക്കുന്നതിൽ ഷെൽവി വഹിച്ചിട്ടുള്ള വളരെ വലിയ പങ്കുണ്ട്. അദ്ദേഹവുമായി ഞാൻ പറഞ്ഞില്ലേ സ്ഥിരമായി സംസാരിക്കുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ പിന്നെയും പല പുസ്തകങ്ങളെക്കുറിച്ച് നിരന്തരമായി ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനിടയിലാണ് പെട്ടെന്നൊരു ദിവസം ഷെൽവി തൻ്റെ ജീവിതം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി കളഞ്ഞ്. അത് എന്നെ കഴിഞ്ഞ 20 വർഷമായി അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന് ഷെൽവി അത് ചെയ്തു എന്നുള്ള ഒരു വലിയ ചോദ്യം. അപ്പോൾ അതിനൊരു ഉത്തരം കണ്ടെത്താനുള്ള ഒരു എളിയ ശ്രമം. ഉത്തരം കണ്ടെത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഷെൽവിയുടെ ജീവിതം എന്തായിരുന്നു എന്ന് പുതിയ കാലവും ലോകവും അറിയണം. പുസ്തകങ്ങൾക്ക് വേണ്ടി ഇത്രമേൽ ഭ്രാന്തമായി അലഞ്ഞ ഒരു മനുഷ്യൻ, പുസ്തക പ്രസാദനം ഒരു കലയായി കൊണ്ട് നടന്ന ഒരു മനുഷ്യൻ നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് അറിയണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് അദ്ദേഹത്തിൻ്റെ പത്നി ഡെയ്സിയുമായിട്ട് സംസാരിക്കുകയും ഷെൽവിയുമായി ബന്ധമുള്ള ധാരാളം ആളുകളുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു നോവൽ എഴുതിയത്. അദ്ദേഹത്തിനുള്ള ഒരു സമർപ്പണമാണ്, അല്ലെങ്കിൽ പുസ്തക പ്രസാദന ലോകത്തിനുള്ള ഒരു സമർപ്പണമാണ്. എങ്ങനെ ഒരാൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു എന്ന് ഒരു അതിനകത്ത് ഷെൽവിയെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ഒളിക്ക അയ്യമ്പള്ളിയെ ഓർക്കേണ്ടതുണ്ട്. പെൻ ബുക്സിൻ്റെ പാതി വഴിയിൽ ജീവിതം ഉപേക്ഷിച്ചിട്ട് പോയ ഒരാളാണ്. അല്ലെങ്കിൽ പുസ്തക പ്രസാദന രംഗത്തേക്ക് വന്നിട്ടുള്ള എത്രയോ സമാന്തര പ്രസാധകരുണ്ട്.
അവരെയൊക്കെ ഓർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടം എന്ന നിലയിൽ കൂടിയാണ്. അതേ സമയത്ത് തന്നെ സമാന്തരമായി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ നിക്കോസ് കസൻസാക്കിസിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടി അതിനകത്ത് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുവരെ മലയാളി അറിയാത്ത നിരവധി കാര്യങ്ങൾ ആ പുസ്തകത്തിൽ വരുന്നുണ്ട്. നിക്കോസ് കസൻസാക്കിസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ. അതിനുവേണ്ടി ഞാൻ വലിയ ഗവേഷണങ്ങൾ നടത്തി. ഗ്രീസിൽ പോയി, ആഥോസിൽ പോയിട്ടുള്ള അപൂർവം വ്യക്തികളിൽ ഒരാളാണ് എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം. കാരണം എനിക്ക് അതിനകത്തുള്ള ഒരു അഭിമാനം എന്ന് പറഞ്ഞാൽ ലിയോണിദാസിൻ്റെ ഡയറി ഡെയ്സി ഷെൽവിയുടെ ഭാര്യ വിവർത്തനം ചെയ്ത ആ പുസ്തകം ചിലപ്പോൾ വേറെ എങ്ങും തിരഞ്ഞാൽ കിട്ടാതെ എൻ്റെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മൗണ്ട് ആഥോസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. മൗണ്ട് ആഥോസ് കഴിഞ്ഞ 1500 വർഷങ്ങളായി സന്യാസിമാർ മാത്രം താമസിക്കുന്ന, സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഒരു വലിയ സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്. ഗ്രീസിനുള്ളിൽ തന്നെയുള്ള ഒരു റിപ്പബ്ലിക്. അവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ ഗ്രീസിലെ വിസ എടുത്തതിന് ശേഷം ഈ മൗണ്ട് ആഥോസിൻ്റെ പ്രത്യേക വിസ വേറെ എടുക്കുകയും നമ്മൾ ഏതൻസിൽ ചെന്നിറങ്ങി അവിടുന്ന് തെസലോനിക്കി എന്ന് പറയുന്ന മറ്റൊരു നഗരത്തിൽ പോയി അവിടെ നിന്ന് 2 മണിക്കൂർ ഔറനോപോളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ബസ്സിൽ സഞ്ചരിച്ച് അവിടുന്ന് 2 മണിക്കൂർ നേരം ബോട്ടിൽ സഞ്ചരിച്ചാൽ മാത്രമാണ് മൗണ്ട് ആഥോസിൽ പോകുന്നത്. ഒരു ദിവസം അവിടെ 100 പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അത് വളരെ മുൻകൂട്ടി എടുത്തെങ്കിൽ മാത്രമേ പോകാൻ കഴിയൂ. അതിനകത്ത് 100 പേരിൽ 90 പേരും ഓർത്തഡോക്സ് സഭാവിശ്വാസികളായിരിക്കണമെന്ന് നിഷ്കർഷയുണ്ട്. ബാക്കി സമൂഹത്തിൽ നിന്ന് 10 പേർക്ക് മാത്രമേ പോകാൻ കഴിയുള്ളൂ. അങ്ങനെ വളരെ മുൻകരുതലെടുത്ത് മൗണ്ട് ആഥോസിൽ പോയി. കാരണം കസൻസാക്കിസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായിരുന്നു മൗണ്ട് ആഥോസ് എന്ന് പറയുന്നത്. അദ്ദേഹം ആത്മീയമായ ഔന്നത്യത്തിന് വേണ്ടി 41 ദിവസം അവിടെ പോയി താമസിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ തൻ്റെ ആത്മീയമായ ഒരു വിചാരങ്ങൾ ഉണ്ടാക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളിലും വരുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ആത്മീയതയും അവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു പഠനം ഈ നോവലിൻ്റെ ഒരു സമാന്തരമായി പോകുന്നുണ്ട്. ഈ ആഥോസിനെ കുറിച്ചുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഷെൽവിയും എനിക്ക് 2 പ്രിയപ്പെട്ട അതിൻ്റെ കോപ്പി എനിക്ക് എടുത്തു തരാൻ പറ്റിയെന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു സുഹൃതമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനിതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്നതിൻ്റെ ഒരു പ്രയോജനം അങ്ങനെ കിട്ടുന്നു. ഇത് ആർക്ക് വേണ്ടിയെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എൻ്റെ കാലശേഷം ആർക്ക് വേണ്ടിയിട്ടെന്ന്. ഇത് ആർക്കും ഇല്ലാതെ ചതലടിച്ച് കുത്തി മഞ്ഞച്ച് പോകുന്ന ആ പുസ്തകങ്ങൾ മറ്റൊരു കൃതിക്ക് വളമായി. അത് ആരുടെയിൽ ഉണ്ടാവുമെന്ന അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ വന്നത് ബിപിൻചന്ദ്രൻ്റെ പേര് മാത്രമാണ്. ബിപിൻചന്ദ്രൻ്റെ ഇല്ലെങ്കിൽ പിന്നെ ആ പുസ്തകം ലോകത്ത് ആരുടെയിലും കാണില്ല എന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു. എന്തായാലും ബിപിൻ ആ പുസ്തകം എനിക്ക് എത്തിച്ചു തന്നു. അതൊരു വലിയ സന്തോഷമാണ് ഉള്ളത്. കാരണം ഡെയ്സിയാണ് കസൻസാക്കിസിനെ ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എന്നത് കാര്യം കൂടി ലോകത്തിനോട് പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ആ പുസ്തകം അതിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ട 2 പേർ, ഒന്ന് ഷെൽവിയും കസൻസാക്കിസും ഒരുപോലെ വരുന്ന ഒരു നോവലാണ് മൾബറി എന്ന് പറയുന്നത്. ഇനിയും കുറേയേറെ ചാപ്റ്ററുകൾ അതിനെക്കുറിച്ച് വരാനുണ്ട്. കസൻസാക്കിസിൻ്റെ ജീവിതത്തിലേക്കുള്ള വലിയ അന്വേഷണം അതിനകത്ത് ഉണ്ട്. അപ്പോൾ അങ്ങനെ കോട്ടയംകാരൻ്റെ റോള് കറയുകയാണ്. കോട്ടയംകാർ ചില പള്ളുകളൊക്കെ പറയുമെങ്കിലും ഇന്ത്യയിലെ ആദ്യത്തെ കോളേജ് കോട്ടയത്താണ്. ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ എഴുത്തുകാരുടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്ന് പറയുന്ന സംഗതി കോട്ടയത്താണ്. ബെന്യാമിൻ ചേട്ടൻ്റെ ഭൂരിപക്ഷം പുസ്തകങ്ങൾ പഠിക്കുന്ന DC ബുക്സ് കോട്ടയത്താണ്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭാഷാ ദിനപത്രം എന്നുള്ള അവകാശമുള്ള മലയാള മനോരമ കോട്ടയത്താണ്. ദീപിക എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും പഴക്കമുള്ള പത്രം കോട്ടയത്താണ്. മമ്മൂട്ടി കോട്ടയത്താണ്. കേരളത്തിലെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ കോട്ടയത്താണ്. ടോംസ് കോട്ടയത്തായിരുന്നു. അങ്ങനെ കോട്ടയക്കാരൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ സാഹിത്യ സമ്മേളനത്തിന് ഏറ്റവും കുറവ് ആളിനെ കിട്ടുന്ന സ്ഥലവും കോട്ടയമാണ് എന്ന് പറയുന്ന സാധനം. കാരണം അച്ചടി ജീവിക്കാൻ അറിയാം എന്നുള്ള വേറെ പണിയുണ്ട് എന്നുള്ളതാണ്. വയനാട്ടിൽ നോക്കൂ എത്ര ആളുകളാണ് നിറഞ്ഞിരിക്കുന്നത് നോക്കൂ. കോട്ടയത്തൊരു പരിപാടിക്ക് പോയാൽ 8 പേരിൽ കൂടുതൽ കാണില്ല എന്നുള്ളതാണ്. അവർ റബ്ബറിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വൈകിട്ട് 2:60 അടിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. പിന്നെ പുസ്തകം കച്ചവടവും കാശുമായതുകൊണ്ടാണ് കോട്ടയംകാർ അത് കൊണ്ടു നടക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ മറ്റേ കേരളത്തിൽ ആദ്യമായിട്ട് സിനിമ പ്രദർശിപ്പിച്ചത് കോഴിക്കോട്ടാണെന്ന് ചുമ്മാ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോട്ടയത്താണ് പ്രദർശിപ്പിച്ചത്. ആദ്യത്തെ അച്ചടി ബെഞ്ചമിൻ ബെയ്ലി ഈ വട്ടവടിവിൽ കോഴിക്കോട ഇന്ദുലേഖ എന്നൊക്കെ അടിച്ചുകൊണ്ടിരുന്ന കോഴിക്കോട് ഉണ്ടായിരുന്ന സമയത്ത് ഇന്ദുലേഖ എന്ന് മര്യാദയ്ക്ക് അടിക്കാനായിട്ട് പഠിപ്പിച്ചതും
കോട്ടയംകാരാണ്. ബെയിലി സാഹിബ് അവിടെ വന്നിട്ട് കോട്ടയത്ത് കൊല്ലനെ കൊണ്ട് നല്ല വട്ടവടിവിൽ ഈ സാധനം ഉണ്ടാക്കിയ ലിപിയിലാണ് നമ്മൾ ഈ കളിയെല്ലാം കളിക്കുന്നത് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ കളിയെല്ലാം ഞങ്ങൾ സൈഡിൽ കൂടി ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് സാഹിത്യം എന്നൊക്കെ പറയുന്ന സംഗതി പത്തനംതിട്ടക്കാർക്കും കോഴിക്കോട്ടുകാർക്കും ഈവൻ ബഷീർ, കാരൂര്, പൊൻകുന്നം മറിയം മലയാള കഥയുടെ ചരിത്രത്തിൽ ഞാൻ ബഷീർ കോഴിക്കോട് വന്നിട്ട് വൈലാലിൽ ബേപ്പൂർ സുൽത്താനായിട്ടിരുന്നേ ഉള്ളൂ. പുള്ളി നല്ല കൃതികൾ മൊത്തം എഴുതിയത് കോട്ടയത്ത് ഇരുന്നപ്പോഴാണ്. പുള്ളിയെ ഇവിടെ മറ്റേ മാങ്കോസ്റ്റിൻ മരത്തിൻ്റെ കീഴിൽ ഹരീഷ് എപ്പോഴും പറയാറുണ്ട്, കോഴിക്കോട് വന്നിട്ട് പുള്ളിയെ അങ്ങ് ഇരുത്തി അങ്ങ് പ്രതിഷ്ഠിച്ച് ഒറ്റ കൃതി പോലും എഴുതിയിട്ടില്ല കൊള്ളാവുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കാരൂരാണേലും കൊള്ളാം, പൊൻകുന്നം മറിക്കുകയാണേലും കൊള്ളാം, പുള്ളിയുടെ കൊച്ചുമോൻ വേണുസാഗർ അടക്കമുള്ള ആൾക്കാരിങ്ങനെ, മമ്മൂട്ടി അടക്കമുള്ള ആൾക്കാരിങ്ങനെ സർഗ്ഗസംഭാവനകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ ചീള് കേസുകളാണ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നമ്മൾ വിട്ടുകളയും. 2 ക്രെഡിറ്റ് തരാം. പുതിയ തലമുറയിൽ എസ് ഹരീഷ് കോട്ടയംകാരനാണ്, കോട്ടയംകാരിയാണ്. അപ്പൊ അങ്ങനെ ഈ കോട്ടയം ലെഗസി എന്ന് പറയുന്ന ഈ സാധനം ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കും. അത് മാത്രമല്ല, ഈ ജില്ലയുടെ പ്രത്യേകതയും കൂടെ ഉണ്ട്. കാരണം കേരളത്തിൽ മറ്റൊരു ജില്ലയ്ക്കും അല്ലല്ല, ഇതിലെല്ലാം പ്രത്യേകത എന്താണെന്നറിയോ? ബിപിൻ ചന്ദ്രനും കോട്ടയംകാരനാണ് എന്നുള്ളതാണ്. അത് മറ്റേ ഉറപ്പായിട്ടും മറ്റേ നമ്മൾ എൻ്റെ വിനയം എന്നെ അത് പറയാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. കോട്ടയത്തിനുള്ളൊരു ഒരു പ്രത്യേകത, കടലുമായിട്ടോ അന്യ സംസ്ഥാനവുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത ഏക കോട്ടയം ജില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റ് മറ്റേ കോട്ടയമാണ് കേരളം എന്ന് പറയുന്നത്. കാരണം ബാക്കി എല്ലാ ജില്ലയ്ക്കും ഒരു അന്യ സംസ്ഥാനവുമായിട്ട് ബന്ധമുണ്ട്. കർണാടകയുമായിട്ടോ അല്ലെങ്കിൽ തമിഴ്നാടുമായിട്ടോ ബന്ധമുണ്ട്, അല്ല കടലുമായിട്ട് ബന്ധമുണ്ട്. കോട്ടയത്തിന് കടലുമായിട്ടും ബന്ധമില്ല, അന്യസംസ്ഥാനമായിട്ടും ബന്ധമില്ല. നടുക്കണ്ടമായിട്ട്, കേരളത്തിൻ്റെ നടുക്കണ്ടമായിട്ടിരിക്കുന്ന ഈ കോട്ടയത്ത് ഇരുന്നുകൊണ്ട് ഇനിയും DC ബുക്സ് പുസ്തകങ്ങൾ ഇറക്കട്ടെ. കൂട്ടത്തിൽ മാതൃഭൂമി ബുക്സിനും പുസ്തകങ്ങൾ കൊടുക്കണം. ഞാൻ പറഞ്ഞ മറ്റേ ആ ഒരു സ്കെച്ചസ് ഉള്ള, ആ ഷെറീഫിൻ്റെ സ്കെച്ചസ് ഉള്ള പുസ്തകം എൻ്റെ സ്വപ്നമാണ്. മാതൃഭൂമി ബുക്സിൻ്റെ സാരഥി ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി എടുക്കേണ്ട സാധനമാണ്. സ്കെച്ചസ് ഞാൻ തരാം എന്നുള്ളത് ഞാൻ ഏറ്റവും മാധ്യമത്തിൽ അന്ന് സീരിയലൈസ് ചെയ്ത് വന്നിരുന്ന സ്കെച്ചസ് ഞാൻ തരാം. മാതൃഭൂമി ബുക്സ് അങ്ങനെ സ്കെച്ചസ് ഉള്ള ഒരു പുസ്തകം ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ധന്യനായിരിക്കും. ഇനി ഓഡിയൻസിൻ്റെ ചോദ്യത്തിനുള്ള ഊഴമാണ്. ഹലോ സാർ, എൻ്റെ പേര് അരുൺ വടക്കേവേട്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, സാറ് പ്രവാചകന്മാരുടെ 2ാം പുസ്തകത്തെക്കുറിച്ച് അധികം എവിടെയും സംസാരിച്ച് കേട്ടിട്ടില്ല. ആ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ അതിലെ ജ്ഞാനവാദക്കാരുടെ നേതാവ് എവിടെ നിന്നാണ് എന്നൊന്നറിയാനും ആഗ്രഹമുണ്ട്. പ്രവാചകന്മാരുടെ 2ാം പുസ്തകത്തെക്കുറിച്ച് നിങ്ങളാരും ചോദിക്കാറില്ല, അതുകൊണ്ട് ഞാൻ പറയാറില്ല എന്നേ ഉള്ളൂ. എൻ്റെ എല്ലാ പുസ്തകങ്ങളോടും എനിക്ക് വളരെ പ്രിയമാണ് ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ആ വായനയുടെ ആ കാലത്ത് എനിക്ക് ഈ ബൈബിളിനെ മറ്റൊരു തരത്തിൽ വായിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്നതിനോട് ഭയങ്കര പ്രിയമായിരുന്നു. ജീസസ് ദ മാൻ, ഹോളി ബ്ലഡ് ആൻഡ് ഹോളി ഗ്രെയിൽ, ആ പരമ്പരയിൽ ഈ ഹോളി ബ്ലഡ് ആൻഡ് ഹോളി ഗ്രെയിൽ എന്ന് പറയുന്ന വിഷയത്തെ മാത്രം അധികരിച്ചുകൊണ്ടുള്ള ധാരാളം പുസ്തകങ്ങൾ, അതായത് ക്രിസ്തുവിൻ്റെ രക്താനുയായികളായിട്ടുള്ളവർ ഇപ്പോഴും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സീക്രട്ട് സൊസൈറ്റി, അവരെ അധികരിച്ചുള്ള പുസ്തകങ്ങൾ, എന്താണ് ഈ സുവിശേഷങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, എന്താണ് അൺഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം, അങ്ങനെ കുറേ പുസ്തകങ്ങൾ അക്കാലത്ത് വായിച്ചു. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ കുമ്രാൻ ചാവുകടൽ ചുരുളുകളെക്കുറിച്ചുള്ള ഒരറിവ് എനിക്ക് കിട്ടുന്നത്. പിന്നീട് ഈ കുമ്രാൻ ചാവുകടൽ ചുരുളുകളെക്കുറിച്ച് ഉള്ള പഠനങ്ങളിലുള്ള പുസ്തകങ്ങൾ ധാരാളമായിട്ട് വായിക്കുകയുണ്ടായി അക്കാലത്ത്. അതെല്ലാം എൻ്റെ ഇതൊരു നല്ല ചോദ്യമാണ്. അതിൻ്റെ കൂട്ടി പെട്ടെന്ന് നമുക്ക് പറയാവുന്നത്, ഇപ്പോൾ എല്ലാ കൃതികളിലും തന്നെ ഇത്തരത്തിലുള്ള ഒരു നിഗൂഢതയുടെ, ഒരു ക്രിസ്ത്യാനിറ്റിയുടെ നിഗൂഢതയുടെ, ഇപ്പം മഞ്ഞവെയിലിനകത്താണെങ്കിലും കൊള്ളാം, ഉദയംപേരൂരൊക്കെ ആൾക്കാർ ആ വീട് തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ഡിയോ ഗാർഷ്യയ്ക്ക് ടൂറ് പോകാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് മറ്റേ തിരക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നിഗൂഢതയുടെ അംശം പലപ്പോഴും പല കൃതികളിലും കിടക്കുന്നുണ്ട്. ഇത് ഇത്തരം വായനകളിൽ നിന്ന്, ഇപ്പോൾ ബ്ലാക്ക് ബൈബിളുണ്ട്, സാറ്റാനിക് ബൈബിളുണ്ട്, ബൈബിളുകളുടെ പലതരത്തിലുള്ള വെർഷനുകളുണ്ട്. അപ്പോൾ ഇത് ശേഖരിക്കുന്ന ആൾക്കാരും നശിപ്പിച്ച് കളയുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ചില ബൈബിളുകൾ തപ്പിയിട്ട് ആൾക്കാർ 1800 സംതിങ്ങിലൊക്കെ ഇരിക്കുന്ന ചില ബൈബിളുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് ഈ സ്ക്രിപ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഭീതിയും അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസങ്ങളും ഒക്കെ കലർന്നിട്ടുള്ള സംഗതികൾ നോവലുകളിൽ വരാറുണ്ട്. അതിനോട് കൂട്ടിച്ചേർത്ത് ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. അത്തരം കൃതികൾ വായിക്കുന്നതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അത്തരം കൃതികൾ നമ്മൾ എഴുതുകയും ചെയ്യുന്നത്. നമ്മൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന കൃതികളാണല്ലോ നമ്മൾ എഴുതുന്നത്. അത്തരം നിഗൂഢതയുള്ള, ചരിത്രത്തിൽ വെളിപ്പെടുത്താതെ പോയ ചില കാര്യങ്ങൾ,
അപ്പോൾ ഈ കുമ്രാൻ ചാവുകടൽ ചുരുളുകളും നാഗ്ഹമ്മദി ചുരുളുകൾ എന്ന് പറയുന്ന ഈജിപ്തിൽ നിന്ന് കിട്ടിയ ചുരുളുകളും വായിക്കുന്നതോടുകൂടി ഇത്രയും കാലം ബൈബിളിനെ വായിച്ചതുപോലെ അല്ല ബൈബിൾ വായിക്കേണ്ടത്, ഇത്രയും നാളും ക്രിസ്തുവിനെ മനസ്സിലാക്കിയതുപോലെയല്ല ക്രിസ്തുവിനെ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്ന ഒരു പഠനം ഭയങ്കരമായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയുന്ന അത്ഭുതങ്ങളിൽ പലതും നമ്മൾ ഇന്ന് കാണുന്ന അത്ഭുതങ്ങളല്ല എന്നും അത് സാമൂഹിക പരിവർത്തനങ്ങളായിരുന്നു എന്നും ഒരു വാദമാണ് യഥാർത്ഥത്തിൽ അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇപ്പം എന്താണ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ വിചാരിക്കുന്നത് വെറുതെ വെള്ളത്തെ വീഞ്ഞാക്കി എന്നാണ്. പക്ഷേ ഈ പുസ്തകങ്ങൾ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അന്ന് സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ളവർക്ക് മാത്രമേ വിരുന്നിന് വീഞ്ഞ് വിളമ്പാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. ക്രിസ്തു ചെന്നിട്ട് അതിലെ സാധാരണക്കാർക്ക് കൂടി വീഞ്ഞ് വിളമ്പാൻ വീഞ്ഞുവാഴിയോട് കൽപ്പിക്കുന്ന ഇടത്താണ് യഥാർത്ഥത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്ന് പറയുന്ന ഒരു 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 സംഭവം ഉണ്ടാവുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ എല്ലാ അത്ഭുതങ്ങളെയും അത്തരത്തിൽ വ്യാഖ്യാനിക്കുന്ന ഒരു പിടി പുസ്തകങ്ങൾ വായിക്കുകയുണ്ട്. ഈ ജ്ഞാനവാദമൊക്കെ യഥാർത്ഥത്തിൽ ആ പുസ്തകങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഈ കുമ്രാനിൽ ഒരു സൊസൈറ്റി ജീവിച്ചിരുന്നു. അവർ എന്നെങ്കിൽ ഈ റോമക്കാരുടെ ആക്രമണം ഭയന്നിട്ടാണ് യഥാർത്ഥത്തിൽ അവരുടെ രേഖകൾ മുഴുവൻ കുമ്രാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഭരണിയിലാക്കി സൂക്ഷിക്കുകയും 1948 പിന്നീട് അത് വീണ്ടെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. കുമ്രാൻ ഇന്നതൊരു വലിയ, നിങ്ങൾ ഇസ്രായേലിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ പോയിട്ടുണ്ട്. കുമ്രാൻ ഒരു വലിയ ചരിത്ര ഖനന സ്ഥലമാണ്. അവിടെ നിന്നാണ് ആയിരക്കണക്കിന് രേഖകൾ ലഭിച്ചിട്ടുണ്ട്. അവിടെ ജീവിച്ചിരുന്ന ഒരു വിഭാഗമാണ് താങ്കൾ സൂചിപ്പിച്ച ജ്ഞാനവാദികൾ എന്ന് പറയുന്ന. അതൊക്കെ ബുദ്ധമതവുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തു പോലും ബുദ്ധമതത്തിൽ വലിയ ആകർഷണമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെയെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഫിക്ഷൻ എന്ന നിലയിലാണ് ഞാൻ പ്രവാചകന്മാരുടെ രണ്ടാം പുസ്തകം. ഒരു കുന്നായ്മ കൂടെ ചോദിച്ചോട്ടെ? ആയിക്കോട്ടെ. നിങ്ങൾ ഈ കാര്യത്തിനകത്ത് ടി ഡി രാമകൃഷ്ണനുമായിട്ട് വല്ല മത്സരമുണ്ടോ? ഒരു മത്സരവും ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ രചനകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ രീതിയിൽ ഇതിനോട് മുന്നോട്ട് പോവുകയും അദ്ദേഹത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോവുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എന്തൊരു നയപരമായിട്ടുള്ള പത്തനംതിട്ടക്കാരനല്ലാതെ മറ്റാർക്ക് ഇത്രയും നയപരമായിട്ട് പറയാൻ? നിങ്ങളുടെയൊക്കെ മുമ്പിൽ പിടിച്ചിരിക്കണമെങ്കിൽ പത്തനംതിട്ടക്കാരനാവാതെ പറ്റുമോ? ഓഡിയൻസിലേക്ക്. ഹലോ സർ, എൻ്റെ പേര് ബാസില ഫാത്തിമ. ഈ ചോദ്യം രണ്ടുപേരോടും കൂടെയാണ്. അതായത് സാറ് നേരത്തെ പറഞ്ഞു MT സാറ്, M മുകുന്ദൻ സാറ്, പിന്നെ സി രാധാകൃഷ്ണൻ സാറ്, ഇവരൊക്കെ പറഞ്ഞ വാക്കുകളും എഴുത്തുകളും ഒക്കെ കത്തും ഒക്കെ സാറിനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ആസ് എ റൈറ്റർ എന്നുള്ളത്. സോ ഇപ്പോഴത്തെ തലമുറയിൽ എഴുതി തുടങ്ങിയ ഇല്ലെങ്കിൽ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സാറിന് എന്തെങ്കിലും, സാറിനും മീൻസ് ബിപിൻ സാറിനും ബെന്യാമിൻ സാറിനും എന്തെങ്കിലും സജഷൻസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശങ്ങളുണ്ടോ? ഒന്ന്, നിങ്ങൾ ഞങ്ങളെക്കാൾ ലോകം കാണുന്നവരും ലോകത്തെ അറിയാവുന്നവരും ടെക്നോളജി അറിയാവുന്നവരുമൊക്കെയാണ്. നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഏറെ എഴുതാനുണ്ട് എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് ഈ എഴുത്തിൻ്റെ ലോകം ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ സങ്കീർണമായ, കൂടുതൽ പ്രയാസകരമായ ഒരു ലോകത്തെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കഥകൾ എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യേണ്ടത് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ആ തരത്തിൽ നിങ്ങൾ സമൂഹത്തെ നോക്കാൻ നമ്മൾ ശ്രമിക്കണം. സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഓരോ വ്യക്തികളും ഈ പുതിയ സങ്കീർണതയുടെ സാങ്കേതികവിദ്യ ഉണ്ടാക്കുന്ന ഈ സങ്കീർണതയുടെ ലോകത്തെ ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നു എന്ന് അന്വേഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു പക്ഷേ നിങ്ങൾ ഈ പുതിയ കാലത്തിൻ്റെ കഥാകാരന്മാർ ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. രണ്ട്, നിങ്ങൾ പ്രായമുള്ളവരെ തൃപ്തിപ്പെടുത്താനല്ല, നിങ്ങളുടെ തലമുറയെ തൃപ്തിപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പം മുകുന്ദേട്ടൻ കഥ എഴുതുമ്പോൾ മുകുന്ദേട്ടൻ ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ പരാതി എന്ന് പറയുന്നത് ഇതെല്ലാ പാരമ്പര്യ രീതികളെയും അട്ടിമറിക്കുന്ന കഥയാണ്. ഇത് കഥയാണോ? ഇത് സമൂഹത്തെ ദൂഷിപ്പിക്കാനുള്ള സാധനമല്ലേ എന്ന പരാതി കേട്ട ഇടത്തു നിന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പരാതി കേൾക്കണം. ഇത് കഥയല്ല എന്ന് ഞങ്ങളെ കൊണ്ട് പറയിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ വിജയിക്കുന്നത്. അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തണം, അത്തരത്തിലുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കണം, അത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കണം. ഞങ്ങൾ മുതിർന്നവരെ തൃപ്തിപ്പെടുത്താനാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾ പഴയ എഴുത്തുകാരായി തുടരും. നിങ്ങൾ പുതിയ കാലത്തിനെ
പുതിയ രീതികളെ തൃപ്തിപ്പെടുത്തുന്ന. അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ എഴുത്തുകാരിൽ നിന്ന് വലിയ പരാതികളുണ്ടാകും, സാഹിത്യ നിരൂപകരിൽ നിന്ന് പുച്ഛങ്ങൾ സ്വീകരിക്കേണ്ടി വരും. പക്ഷേ കാലം നിങ്ങളെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ബിപിൻ ചന്ദ്രൻ ഇക്കാര്യത്തിലൊക്കെ ഉസ്താദാണ്, അധ്യാപകനാണ്. അദ്ദേഹം പറയാനില്ല. ബാസില ഫാത്തിമ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഈ ബാസില ഫാത്തിമ ഞാനോ ബെന്യാമിൻ ചേട്ടനോ വായിക്കുന്നതിൻ്റെ 100 ഇരട്ടി പുസ്തകങ്ങൾ വായിക്കുകയും എഴുത്തിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ആളാണ്. MA പഠിക്കുന്ന വിദ്യാർത്ഥിനി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിക്കുന്നത് പോലത്തെ ചോദ്യമാണ് വായനയിൽ ഈ ചോദിക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നോളം പറയുന്നു, നമസ്കരിക്കുന്നു. ക്ഷമിക്കണം, ഇതൊരു ചോദ്യമല്ല, ഒരു അഭിപ്രായമാണ്. നേരത്തെ ആ കുട്ടി മറ്റ് സ്റ്റേജുകളിലേക്ക് ആകർഷിച്ചെങ്കിലും എന്നിട്ട് നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നത് പത്തനംതിട്ടക്കാരനും കോട്ടയംകാരനും കൃത്യമായി ഉത്തരങ്ങൾ പറയും എന്ന് വിചാരിച്ചിട്ടാണ് തമാമിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്. ഇന്ന് കോട്ടയംകാരന് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു, ബെന്യാമിനെ മുഴുവൻ സംസാരിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ള ഒരു പരാതി കൂടിയുണ്ട്. ഈ പറഞ്ഞതിന് എനിക്ക് ഉത്തരം വേണമെന്നില്ല, ചുരുള ഉപ്പേരിയായിട്ട് വല്ലതും പറയാനുണ്ടാവും, ഉത്തരം വേണമെന്നില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മുഴുവനായും കേൾക്കാനായി കാത്തിരുന്ന വയനാട്ടുകാരെ കുറച്ച് നിരാശപ്പെടുത്തി എന്ന് പറയാനുണ്ട്. ഇല്ല, താങ്ക് യു. ഇത് പത്തനംതിട്ടക്കാരൻ്റെ മാത്രം സംസാരമല്ല, കോട്ടയക്കാരനും പത്തനംതിട്ടക്കാരനും നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന്. അപ്പം പകുതിയിലധികം സമയം ബിപിൻ ചന്ദ്രൻ സംസാരിക്കേണ്ടതുണ്ടായിരുന്നു, അപ്പോൾ അത്രയും സമയം എടുത്തില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, കുറച്ചേറെ ചോദ്യങ്ങൾ എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ കൂടി ഉണ്ട് യഥാർത്ഥത്തിൽ. അതെ, കോട്ടയംകാരൻ തള്ളുമ്പോൾ ആ ഒരു അടുത്ത തള്ളലിലുള്ള ഒരു ധൃതി കാണിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. അത് ഇവരാരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ താങ്ക് യു. ഇല്ല, ഞാൻ അതിനോട് സപ്പോർട്ട് ചെയ്യുന്നില്ല. ബിപിൻ ചന്ദ്രൻ എന്താണ് ഇനിയും പറയേണ്ടതുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വിമർശനങ്ങൾ എപ്പോഴും നമുക്ക് നമ്മളെ തിരുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ കറക്റ്റ് ചെയ്യുന്ന, കുറച്ചുകൂടെ അത് ബെറ്ററാക്കുന്ന പരിപാടികൾ തന്നെയാണ്. അതൊരു അഭിപ്രായമാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. കോട്ടയവും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ ജനാധിപത്യപരമായിട്ട് തന്നെ ആ സംഗതിയെ അംഗീകരിക്കുകയും ഒപ്പം നമ്മൾ തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളയുകയും ചെയ്യും. നമ്മൾ കേൾക്കുന്നു, ചില സാധനങ്ങളെ നമ്മൾ തള്ളിക്കളയുന്നു എന്ന് പറയുന്ന സംഭവമുണ്ട്. പക്ഷേ നമ്മൾ ബഹുമാനത്തോടു കൂടി തന്നെയാണ് തള്ളിക്കളയുന്നത്. ഒരിക്കലും നമ്മൾ ചില ജില്ലക്കാരെ പോലെ വെട്ടിക്കൊല്ലില്ല. നമ്മളത് കേട്ടിട്ട് ചിരിയോടുകൂടി അതിനെ അംഗീകരിക്കുക മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതിന് സപ്ലിമെൻ്റ് ചെയ്ത് പറയാം, ഇവിടെ ഇരിക്കുന്നതിൽ നല്ലൊരു ശതമാനം ആളുകൾ കോട്ടയത്തിൻ്റെയും പത്തനംതിട്ടയുടെ പശ്ചാത്തലമുള്ള ആളുകളാണ്. ഞങ്ങൾ മിക്കവാറും നല്ലൊരു ശതമാനം ആളുകൾ കോട്ടയം ജില്ലയിൽ നിന്നോ ഒക്കെ കുടിയേറി വന്ന ആളുകളുടെ പിൻതലമുറക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് കോട്ടയമെന്നും എന്താണ് പത്തനംതിട്ട എന്നൊക്കെ ഏകദേശം ഞങ്ങൾക്ക് ആ തള്ളുമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ആ റബ്ബറിൻ്റെ ഒക്കെ പശ്ചാത്തലമുള്ള ആളുകളെ എനിക്ക് കസാൻ സാക്കീസിൻ്റെ ഇത് വായിച്ചപ്പോൾ അവിടെ ഡെയ്സി ഒരിക്കൽ പോലും ഗ്രീസിൽ പോയിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. അത് ആ നോവലിൽ തുടക്കത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഗ്രേസി പോയത് അനുഭവങ്ങൾ മുഴുവനും തന്നെ ബെന്യാമിൻ നടന്ന വഴികളാണ്. അവിടെ ഒരു അപരിചിതനായ ഒരു യാത്രികനെ, ഒരു ഗൈഡിനെ പോലെ ഒരാളെ കണ്ടുമുട്ടുന്നു, അയാളെ കൂടെ നടക്കുന്നു, അല്ലേ? ഇതെല്ലാം ഒരു പ്രത്യേക ഒരു മൾബറി എന്ന് പറയുന്നൊരു ചെടി സംസാരിക്കുന്ന രീതിയിലൊരു ആണ് കഥ പോകുന്നത്. ഓരോ കഥയിലും പുതിയ പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ മൂന്തേട്ടൻ്റെ വലിയ ആരാധകനാണ്. കാരണം എൻ്റെ ഞാൻ ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്യുന്ന കഥാപാത്രം ഗാസ്തോൻ സാഹിബ്. അദ്ദേഹം ആ അനേക ദിവസങ്ങൾക്ക് ശേഷം വാതിൽ തുറന്ന് ഇറങ്ങി നടക്കുന്നതൊക്കെ ഇപ്പോഴും വായിക്കുമ്പോഴുള്ള ഓർമ്മകൾ ഹോണ്ട് ചെയ്യും. അതേ രീതിയിൽ ഈ മൂന്തേട്ടൻ ഓരോ പുസ്തകങ്ങളിലും അവസാനം ഞാൻ എഴുതുമ്പോൾ വേറൊരു കഥാപാത്രമാണ് പറയുന്നത്, ഞാനെന്ന് പറയുന്നതാണ്. ഇതേ രീതിയിൽ ടെക്നോളജി ആ മൾബറിയിൽ ഒരു മൾബറി ചെടി സംസാരിക്കുന്നു, അതോടൊപ്പം അവിടെ ആ കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു തത്തയുടെ സംസാരവും, ഈ രണ്ട് കഥാപാത്രങ്ങൾ പറയുന്ന രീതിയിലാണ് ആ കഥ ഡെവലപ്പ് ചെയ്തത്. വളരെ മനോഹരമായിരിക്കുന്നു. ഓരോ ആഴ്ചയും കാത്തിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ബിപിൻചന്ദ്രൻ്റെ എഴുത്ത് നല്ലോണം ഫോളോ ചെയ്യുന്നതാണ്, സിനിമകളും ധാരാളം കാണാറുണ്ട്. നല്ല സംവാദമായിരുന്നു. അഭിനന്ദനങ്ങൾ. താങ്ക് യു വെരി മച്ച്. മൾബറി ഇനിയും കുറച്ച് ലക്കങ്ങൾ കൂടി വരാനുണ്ട്, അതുകൂടി ഒന്ന് വായിക്കുക. പിന്നീട് അത് വായിച്ചിട്ടില്ലാത്തവർ എപ്പോഴെങ്കിലും പുസ്തക രൂപത്തിൽ വരുമ്പോൾ വായിക്കാൻ ശ്രമിക്കുക. താങ്ക് യു, സന്തോഷം. വള്ളത്തോൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, കാലം അതിൻ്റെ കനത്ത കരം കൊണ്ട് ലീലയാൽ ഒന്ന് പിടിച്ചു കുലുക്കിയാൽ പാടെ പതറിക്കൊഴിഞ്ഞു പോവും ബ്രഹ്മാണ്ട പാദപ പൂക്കളാം താരങ്ങൾ കൂടിയും എന്ന്. കാലം ചുമ്മാ തമാശയ്ക്കൊന്ന് പിടിച്ചു കുലുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടമാകുന്ന പെരുമരത്തിൻ്റെ താരങ്ങളാകുന്ന പൂക്കൾ മൊത്തം കൊഴിഞ്ഞ് താഴെ വീഴുമെങ്കിൽ നമ്മുടെ സമയവും കൊഴിഞ്ഞു പോകും. നമ്മൾ നിസ്സാരരായിട്ടുള്ള മനുഷ്യരാണ്. ഇതൊരു ഈ സംസാരത്തിൻ്റെ
അക്കാദമിക ഭാരമില്ലാത്ത ഒരു സംസാരം എന്നുള്ള നിലയിലാണ് ഇതിൻ്റെ സംഘാടകർ എന്നോട് പറഞ്ഞിരുന്നത്. ഇതേ ചോദ്യങ്ങൾ നമുക്ക് ഒരുപക്ഷെ ഒരു അക്കാദമിക സെഷനിൽ നമുക്ക് ചോദിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഘനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ അടരുകളെ കയറി മുറിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാമായിരുന്നു. അത് പക്ഷേ പലതരത്തിലുള്ള ആൾക്കാർ, ഇതൊരു സാഹിത്യ ഫെസ്റ്റിവൽ കൂടിയാണ്, ഇതിനൊരു മേളയുടെ സ്വഭാവം കൂടിയുണ്ട്. സാഹിത്യ ബൗദ്ധിക നിലവാരത്തിലുള്ള ആൾക്കാർ മാത്രമല്ല ഇതിനകത്ത് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് ഓരോ സെഷൻസിനും ചില ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഒരല്പം ജനകീയമായിട്ടുള്ള തരത്തിലേക്ക് കൊണ്ടുപോകണം. ഇതൊരു വർത്തമാനം, ഒരു കൊച്ചു വർത്തമാനം എന്നുള്ള നിലയിൽ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് തന്നെ ഒരു കോട്ടയംകാരനും പത്തനംതിട്ടക്കാരനും തമ്മിൽ വയനാട്ടിൽ പറയാനുള്ളത് എന്ത് എന്ന് പറയുന്ന ഒരു അല്പം ട്രിക്കി ആയിട്ടുള്ള, ഒരല്പം സ്പൈസി ആയിട്ടുള്ള ഒരു ടൈറ്റിൽ തന്നെ ഇട്ടിരിക്കുന്നതിൻ്റെ ധർമ്മം അതാണ് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ആ വർത്തമാനം പോയത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം അങ്ങനെയായിരുന്നു എന്നുള്ളത് കൂടി എനിക്ക് പരിഗണിക്കാതിരിക്കാനായിട്ട് പറ്റില്ല. കാരണം എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല നഴ്സറി ക്ലാസ്സിൽ പഠിപ്പിക്കുക. അത് MA ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു MPhil പ്രബന്ധം എഴുതുമ്പോൾ നമുക്ക് പുലർത്തേണ്ട ഭാഷയും രീതിയും മറ്റൊന്നാണ് എന്ന് അറിയാതെയല്ല, ആ വിമർശനത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ കാൽക്കൽ ഒരു പൂ വെച്ചുകൊണ്ട് തന്നെ ആവശ്യം ഇതായിരുന്നു എന്ന് ക്ഷമാപണത്തോടുകൂടി അറിയിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ സംസാരത്തെ ക്ഷമിച്ച, സഹിച്ച, ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങിയ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ നിർത്തും. ഈ നട്ടുച്ചയ്ക്ക് വിശന്നിരുന്ന് ഞങ്ങളെ കേട്ട നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് നന്ദി. താങ്ക് യു.